എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കേൾക്കാമല്ലേ? എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ, ഞാൻ സാക്ഷ്യം വഹിച്ച ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് തുടങ്ങി. എൻ്റെ ചെറുപ്പകാലത്താണ് ഞങ്ങളുടെ നാട്ടിൽ ഒരു തൊമ്മൻചാണ്ടനുണ്ടായിരുന്നു. അദ്ദേഹം നല്ലൊരു കർഷകനായിരുന്നു. ഒരാളുമായിട്ട് വഴക്കടിച്ചിട്ടില്ല, അങ്ങനെ ചീത്ത സ്വഭാവങ്ങളൊന്നും പറയാനില്ല. ആകെ ഒരു പ്രശ്നം, ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന് ചൂട് വലുപ്പത് എന്താ പറയുക, ചെറിയൊരു വട്ടിളകുമായിരുന്നു. ഇതിങ്ങനെ കുഴപ്പം മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഞാൻ 6ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 6ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് പുറത്തുനിന്ന് ഭയങ്കര ഒച്ച, ചിരിയും അട്ടഹാസവും എല്ലാം കേൾക്കാം. സംഭവം എന്താണെന്ന് വെച്ചാൽ, തൊമ്മൻ ചേട്ടൻ വട്ടിളകിയിട്ട് അവിടെ ഒരു വീപ്പ വെച്ചിട്ടുണ്ടായിരുന്നു. ആ വീപ്പയ്ക്കകത്ത് കയറിയിരുന്നു, കൈ രണ്ട് മുകളിലേക്ക് പിടിച്ചു. അതിനകത്തൊരു പൂവുണ്ട്, ഒരു പൂവ് മാത്രം ഇങ്ങനെ വെച്ചിട്ട് ഇയാൾ ഈ വീപ്പയ്ക്കകത്ത് കയറി ഇരിക്കുകയാണ്. ഹെഡ് മാഷ് വന്ന് അനുനയിപ്പിച്ച് കൊണ്ടുപോകാൻ മാറ്റാമെന്ന് നോക്കി. മാഷന്മാർ വന്നു. അവസാനം ഇയാളുടെ മകനോട് പഠിക്കുന്നുണ്ടായിരുന്നു. മകനെ വിളിച്ചുകൊണ്ട് വന്നു. മകൻ കരയാണ്, പപ്പ ഇറങ്ങിപ്പോ പപ്പ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ സമയത്ത് എൻ്റെ ക്ലാസ്സിലുള്ള ഒരു പെൺകുട്ടി പൊട്ടി കരയുന്നുണ്ടായിരുന്നു. അത് ഈ തൊമ്മൻചാണ്ടൻ്റെ മകളായിരുന്നു. എൻ്റെ കൂടെ തന്നെ പഠിച്ചുകൊണ്ടിരുന്നതാണ്. ഈ തൊമ്മൻചാണ്ടന് ഞാനായിട്ട് വേറൊരു ബന്ധമുണ്ട്. തൊമ്മൻചാണ്ടൻ്റെ ഒരു മകളുടെ മകൻ കല്യാണം കഴിച്ചിരിക്കുന്നത് എൻ്റെ ചേട്ടൻ്റെ മകളെയാണ്. അത് പിന്നീടുണ്ടായ സംഭവമാണ്. പോട്ടെ. ഇവിടെ തൊമ്മൻചേട്ടൻ എന്ന് പറയുന്ന ആള് മിക്കവർക്കും ഒരു കൗതുക വസ്തുവായിരുന്നു, രണ്ടുപേർക്കൊഴിച്ച്. അത് അദ്ദേഹത്തിൻ്റെ മകനും മകളുമായിരുന്നു. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസം എന്നൊരു ചൊല്ല് തന്നെ നമ്മുടെ ഭാഷയിലുണ്ടല്ലോ. ഇത് കുറച്ചുകൂടെ വിപുലീകരിക്കുകയാണെങ്കിൽ, ഇതൊരു ഗൃഹനാഥനാണ്, തൊമ്മൻചേട്ടൻ ഒരു ഗൃഹനാഥനാണ്. കുറച്ചുകൂടെ വിപുലീകരിക്കുകയാണെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് മുഴുവൻ നോക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഒരു മേയർ, അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി. അങ്ങനെ വന്ന് നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി, ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്ന് കാണാൻ കഴിയും. നമ്മുടെ പ്രധാനമന്ത്രി മോദി, എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് നല്ല അഭിപ്രായമാണുള്ളത്. ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിൽ ചില കാര്യങ്ങൾ സാധാരണക്കാർക്ക് ഉപകാരപ്പെടാറുണ്ട്. അദ്ദേഹം കോർപ്പറേറ്റുകാർക്ക് വേണ്ടിയിട്ടാണ് ഭരിക്കുന്നതെന്ന് പറയാറുണ്ടെങ്കിലും, തെളിവുകൾ അങ്ങനെയാണ് എങ്കിലും കുറേയൊക്കെ ഗുണങ്ങൾ സാധാരണക്കാർക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് സത്യം. അതുപോലെ അദ്ദേഹത്തിന് ചില മന്ത്രിമാർ, നിതിൻ ഗഡ്കരിയെ പോലെയുള്ള, വിദേശകാര്യമന്ത്രി ജയശങ്കറിനെ പോലെയുള്ള, നമ്മുടെ ട്രെയിനിൻ്റെ ഒക്കെ മന്ത്രി, അങ്ങനെ ചില മന്ത്രിമാർ വളരെ ശരാശരിയേക്കാൾ ഉയർന്നു നിൽക്കുന്ന മന്ത്രിമാരാണ് എന്നും ഉള്ള അഭിപ്രായം എനിക്കുണ്ട്. എന്തു ആയിക്കോട്ടെ, ഈ മോദിയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞ ആഴ്ചയിൽ ഒരു അമ്പലത്തിൽ പോയിട്ട് പ്രണാമം അർപ്പിച്ച് കിടക്കുന്നതും, മൈസൂരിലെ ഒരു ശില്പി വന്ന് കല്ലിൽ കൊത്തിയെടുത്ത ഒരു രൂപത്തിന് മുമ്പിൽ പോയി കിടന്ന് അതിനെ ആരാധിക്കുന്നതും. അങ്ങനെ ലോകം മുഴുവൻ അത് കണ്ട് നമ്മൾ ഇന്ത്യക്കാർക്ക് നാണക്കേടുണ്ടാക്കി വെച്ച ഒരു സംഭവമാണ് നമ്മൾ കണ്ടത്. ഇതേ മോദി തന്നെയാണ് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണെന്ന് തോന്നുന്നു വന്ന സമയത്ത് വീമ്പടിച്ചത്, വിമാനമൊക്കെ ഞങ്ങൾ പണ്ടേ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞങ്ങളുടെ പുരാണത്തിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികൾ അദ്ദേഹം ചെയ്യുമ്പോൾ സാധാരണക്കാർക്ക്, നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഒരുതരം ലജ്ജ, അപമാനമാണ് ഉണ്ടാകുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി ചെയ്ത് കൂട്ടുന്നത് നമ്മളെ കൂടെ ബാധിക്കുന്നതുമാണ്. ഞാൻ നേരത്തെ തൊമ്മൻചാണ്ടൻ്റെ ഉദാഹരണം പറഞ്ഞ അതാണ്. ഇത് ഒരു കുറച്ചുകൂടെ മൂത്ത ഒരു തൊമ്മൻചാണ്ടനാണ് നമ്മളിപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ മോദി എന്ന് പറഞ്ഞ ആൾ. ഒരു കാര്യം ഞാൻ പറയാം, തറപ്പിച്ച് പറയാം. അദ്ദേഹം വേണ്ട എന്ന് കരുതുന്നിടത്തോളം കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി വേറെ ആളായിരിക്കില്ല, ഈ മോദി തന്നെ ആയിരിക്കും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ആ ഏറ്റവും ശക്തമായ തുരുപ്പിച്ചിട്ട് വർഗീയത എടുത്തു വെച്ചാണ് കളിക്കുന്നത്. തൻ്റെ കൂടെയുള്ള ആൾക്കാരെ ഭൂരിപക്ഷ വർഗീയത എന്നുള്ള ഇത് വെച്ചുകൊണ്ട്, തുരുപ്പിയിട്ട് വെച്ചുകൊണ്ട് തൻ്റെ കൂടെ കൂട്ടി
അവർക്ക് വേറൊന്നും വേണ്ട, മോദി ഞങ്ങളുടെ കൂട്ടത്തിലാണ്, ഞങ്ങളുടെ ആളാണ്, അതുകൊണ്ട് അത് എന്ത് ചെയ്താലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നൊരവസ്ഥ വരുത്തി വെച്ച് അത് അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു കുഴപ്പം നമ്മൾ കാണുകയാണ്. ലോകത്തിലെ ഏറ്റവും നല്ല ഭരണ സംവിധാനങ്ങളിൽ സംവിധാനം എന്ന് പറയുന്നത് ജനാധിപത്യമാണെങ്കിൽ പോലും അതിന് ചില ഇരുണ്ട വശങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നയാളാണ് ജയിക്കുന്നത്, ഒരു ഇലക്ഷൻ ജയിക്കുന്നത്. തിരിച്ചു പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ട് മേടിക്കാൻ കഴിയുന്ന ആളാണ് ജയിക്കുന്നത്. ആ മേടിക്കൽ എന്ന് പറയുന്നത് ഒന്നുകിൽ ഇങ്ങനെ മതപരമായിട്ടുള്ള പ്രീണനം കൊണ്ടാവാം, പൈസയൊക്കെ കൊടുത്തിട്ടായിരിക്കാം. അതായത് കാര്യങ്ങൾ മനസ്സിലാക്കി വോട്ട് ചെയ്യുന്നവരുടെ വോട്ടല്ല ഇയാളെ ജയിപ്പിക്കുന്നതെന്നർത്ഥം. നമ്മുടെ ജനാധിപത്യത്തിന് ഇതുകൊണ്ട് ധാരാളം മൂലച്യുതികൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതേ മോദി സർക്കാർ തന്നെയാണ് നമുക്കറിയാം ഇലക്ട് ചെയ്യപ്പെട്ട ധാരാളം സ്റ്റേറ്റുകൾ പണം ഉപയോഗിച്ച് തൻ്റെ ഇതിലേക്ക് മാറ്റിയതെന്ന് നമുക്കറിയാൻ കഴിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ മറ്റ് മതങ്ങൾക്കായാലും അവരുടെ ആശയങ്ങൾ, അവരുടെ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാൻ അങ്ങേയറ്റം സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇയാൾ. അതും ഇയാൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി, നമ്മുടെ എല്ലാ തരത്തിലും മാതൃകയായിരുന്ന നെഹ്റുവിനത്തിൽ നിന്നും അല്ലെങ്കിൽ നെഹ്റുവിൽ നിന്നും എത്രയോ പിന്നോട്ടാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായിട്ടും മറ്റും നമ്മൾ ഉയർന്നുണ്ട് എങ്കിൽ അതിന് കാരണം ഇന്നത്തെ പ്രത്യേക സാഹചര്യങ്ങളാണ്. അതായത് മൻമോഹൻ സിംഗിൻ്റെ ഉദാരവൽക്കരണ നയവും പിന്നെ ഇന്നത്തെ പ്രത്യേക സാഹചര്യം, അതായത് യുദ്ധം നമ്മളെ ബാധിക്കുന്നില്ല. അതേസമയത്ത് ലോകമെമ്പാടും യുദ്ധത്തിൻ്റെ കരുതിയിലാണ്. ചൈനയുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ മറ്റു ലോകരാജ്യങ്ങളുടെ മുമ്പിൽ അവർ അല്പം വിലയിടിച്ച് നിൽക്കുന്ന സമയമാണ്. അങ്ങനെ എല്ലാ അനുകൂല ഘടകങ്ങളും ഉള്ളത് കൊണ്ടാണ് നമ്മളിപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. പക്ഷേ അന്ധവിശ്വാസ പ്രചാരണത്തിൽ ഇദ്ദേഹം അങ്ങേയറ്റം ഇത് കൊടുക്കുകയാണ്. അപ്പോൾ മറ്റ് മതങ്ങളും മോശമല്ല. അതിലൊരു പ്രബല മതമാണ് ക്രിസ്തു മതം എന്ന സാധനം. ഞാൻ ഇസ്ലാം മതത്തെക്കുറിച്ച് പറയുമ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പറയാൻ ഖാദർ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും, അബ്ദുൽ ഖാദർ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പോലും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എനിക്ക് കൂടുതലായിട്ട് അറിയുന്നത് ക്രിസ്തു മതം ആയതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇവിടെ ആലപ്പുഴയിൽ ഒരു വലിയ വ്യവസായം നടക്കുന്നുണ്ട്. ഒരു ആസനം ഗ്രൂപ്പിൻ്റെ വ്യവസായമാണ്. ഒരു ജോസഫ് എന്ന് പറഞ്ഞ കക്ഷിയാണ് അതിൻ്റെ മെയിൻ ആൾ. 10,000-കണക്കിന് ആൾക്കാർ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ എന്താ പറയുക, അംഗങ്ങളാണ്. കോടിക്കണക്കിന് രൂപ അവർക്ക് ടേൺ ഓവർ ഉണ്ട്. ഇവർ ചെയ്യുന്നത് മരിയൻ ഉടമ്പടി എന്ന് പറയുന്ന ഒരു പ്രഹേളിയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു മാത്തമാറ്റിക്സിൻ്റെ അധ്യാപകൻ, അദ്ദേഹം പ്രോബബിലിറ്റി തിയറി അനുസരിച്ചിട്ട് ഇവരെ പിന്നെ എന്താ പറയുക പൊളിച്ചടുക്കിയിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ് 10ഓ 16ഓ ആവശ്യങ്ങൾ ഒരു കാറിൽ എഴുതി വെച്ചാൽ പ്രോബബിലിറ്റി തിയറി അനുസരിച്ചിട്ട് ഏതെങ്കിലുമൊക്കെ നടക്കും. അത് നടക്കുമ്പം അത് ഈ അമ്മയുടെ കഴിവാണെന്നൊക്കെ പറഞ്ഞ് പണം തട്ടുന്ന ഇയാളുടെ ഈ കച്ചവടം, ഈ തന്ത്രം, അത് തിരിച്ചറിയുകയും ഇയാളെപ്പോലുള്ളൊരു നിലയ്ക്ക് നിർത്തുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം നമ്മുടെ ഭരണകർത്താക്കൾ ചെയ്യില്ല എന്ന് ഉറപ്പുണ്ട്. അതുപോലെ കരിസ്മാറ്റിക് ധ്യാനങ്ങൾ നടക്കുന്നത് എന്താണ്? കരിസ്മാറ്റിക് ധ്യാനം ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തോലിക്ക സഭ തുടങ്ങിയ സഭകളിൽ നിന്നും ആൾക്കാരുടെ എണ്ണം കുറയുന്നതനുസരിച്ചിട്ട് എന്താണ് ആ വിശ്വാസികളെ പിടിച്ചു നിർത്താനുള്ള വഴി എന്ന് കണ്ട് അന്വേഷിച്ചപ്പോഴാണ് പെന്തക്കോസ്തുകാരിൽ നിന്നൊക്കെ ഒരു ഐഡിയ കിട്ടിയത്. അതാണ് ഈ കരിസ്മാറ്റിക് എന്ന സാധനം. അങ്ങനെ വിശ്വാസികളെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് ചില ജിമിക്കുകൾ കാണിക്കുക, അതിൽപ്പെട്ട് വിശ്വാസികൾ ഇങ്ങനെ പെട്ടുപോവുക എന്നുള്ളതാണ് അവസ്ഥ. നമ്മുടെ മനുഷ്യരെ സ്നേഹിക്കുന്ന, മനുഷ്യത്തെ സ്നേഹിക്കുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർ, അതായത് നമുക്ക് മറ്റൊരു ലക്ഷ്യമില്ല, മറ്റൊരു ലാഭം ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹമില്ല. ഇത് തുറന്ന് കാണിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ ഇങ്ങനത്തെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നത്, ഇങ്ങനത്തെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. മറ്റ് ഒരു മാനസിക സംതൃപ്തി അല്ലാതെ വേറൊന്നും ഇതിന് കിട്ടാനില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തേക്ക് വരികയാണ്. അതായത് ക്രിസ്തുമതം എന്ന് പറയുന്ന മതം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ അജേഷിൻ്റെ ഇതിലുണ്ടായിരുന്നതാണ്. അടിത്തറയില്ലാത്ത ക്രിസ്തുമത ദർശനം എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഒരു 35,000-40,000 പേരോട് ഇപ്പോൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്, ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അതോടെ ചേർത്തിട്ടാണ് എനിക്ക് പറയാനുള്ളത്.
ക്രിസ്തുമതം എന്ന് പറയുന്ന മതം ഉണ്ടായത് പിന്നെ യഹൂദ മതത്തിൻ്റെ ഒരു ബാക്കിയായിട്ടാണ് എന്നാണ് കരുതപ്പെടുന്നത്. പഴയ നിയമം അവരുടെ നിയമം തന്നെയാണ്, അതായത് ഈ യഹൂദന്മാരുടെ നിയമം തന്നെയാണ്. അതിലാണ് യഹോവ എന്ന് പറയുന്ന ദൈവം ഉള്ളത്. പക്ഷേ യഹോവ എന്ന് പറയുന്ന ദൈവം ശരിക്കും പഠിച്ചു നോക്കിയാൽ മനസ്സിലാവും. ബയാസ്ഡ് അല്ലാത്ത ഒരു മനസ്സോടുകൂടി വായിച്ചാൽ മനസ്സിലാവും, തനി വിഡ്ഢിയാണ്, രക്തദാഹിയാണ്, കൊലയാളിയാണ്, നീചനാണ്. എന്താ പറയുക, എത്രയും മോശമായിട്ടുള്ളൊരു ഒരു ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കഥാപാത്രം നമ്മുടെ ബൈബിളിൽ പറയുന്ന യഹോവ അല്ലെങ്കിൽ പിന്നെ ദൈവത്തെ അല്ലാതെ മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ തെളിവുകളാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിരത്തി വെക്കാനുള്ളത്. ഇതൊരു വലിയ വിഷയമാണ്. ഞാൻ കഴിയുന്നതും നിങ്ങൾക്ക് മടുക്കാകുമ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി, ഇത് നിർത്തിക്കോളാം. പിന്നെ ഒരുപക്ഷെ ഒരു പുസ്തകം തന്നെ എഴുതാനുള്ള ഒരു വിഷയം അതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് വരികയാണ്. ആദ്യമായിട്ട് യഹോവ മനുഷ്യനെ സൃഷ്ടിച്ചു, അതായത് ആദത്തിനെ യഹോവയെ സൃഷ്ടിച്ചു. അത് കഴിഞ്ഞിട്ട് അവരെ പർദീസയിലാക്കി. പർദീസയിലാക്കിയത് അവരെ അവിടെ തോട്ടം നോക്കാനാണെന്നാണ് ബൈബിളിൽ പറയുന്നത്. ഈ സമയത്ത് ഇവർക്ക് യാതൊരു എന്താ വെച്ചാൽ നമ്മൾ കൊച്ചു കുട്ടികളുടെ മനസ്സാണ്. വസ്ത്രം പോലും ധരിച്ചിരുന്നില്ല. കാരണം അത് അറിയത്തില്ല, നാണമെന്ന സാധനം അവർക്കറിയില്ല. അങ്ങനെയുള്ള ആൾക്കാരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ദൈവം 2 മരങ്ങൾ വെച്ച് പിടിപ്പിച്ചെന്നും ഇവരെ കുടുക്കിലാക്കാൻ വേണ്ടി ഒരു ചെകുത്താനെ സർപ്പത്തിനെ അയച്ചുവെന്നും സർപ്പം വന്ന സമയത്ത് കർത്താവ് നിന്ന് മാറി നിന്നുവെന്നും ഇവർ ഈ പഴം കടിച്ചുവെന്നും അപ്പോൾ അവരുടെ കണ്ണ് തുറന്നെന്നും അപ്പം എന്താ പറയുക, അപ്പം ഇവർ ദൈവത്തോട് നീതികേട് അല്ലെങ്കിൽ അനുസരണക്കേട് കാണിച്ചു എന്നതിന് ഫലമായിട്ട് ഇന്ന് ദൈവം പറയാം കേട്ടോ, അതിന് ഫലമായിട്ട് ഇവരെ എന്നേക്കുമായിട്ട് ശിക്ഷിക്കുകയാണ്. അവരെ മാത്രമല്ല, അവരുടെ എല്ലാ സന്തതി പരമ്പരകളെയുമാണ് ശിക്ഷിക്കുന്നത്. എന്നിട്ട് പിന്നെ അത് ബാക്കി പിന്നെ യേശു പറഞ്ഞ കഥ നമ്മൾ പിന്നെ പറയാം, അതൊക്കെ വേറെ കഥയാണ്, അത് പോട്ടെ. അങ്ങനെ അവർ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടു. ഭൂമിയിലെത്തി. അവർക്ക് 2 മക്കളുണ്ടായി, കായേനും ആബേലും. വേറെ മക്കളൊന്നും ഉണ്ടായിട്ട് ബൈബിൾ പറയുന്നില്ല. 2 പേരും ദൈവത്തിന് ബലിയർപ്പിച്ചു. ദൈവം എന്ത് ചെയ്തു? ആബേലിന്റെ ബലി സ്വീകരിച്ചു, കായന്റെ ബലി സ്വീകരിച്ചില്ല. അപ്പൊ കായൻ ചോദിച്ചു, എന്താ സ്വീകരിക്കാത്തത്? നീ ശരിയായ രീതിയിൽ ചെയ്തില്ല എന്ന് പറയും. എന്താണ് ശരിയായ രീതിയിൽ ചെയ്യാത്തതെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. കായൻ അസൂയ തോന്നി, അയാൾ ആബേനെ കൊന്നു. ആബേനെ കൊന്നു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് അതാണ് ഏറ്റവും രസകരമായ കാര്യം. കുറേ ദൈവം പിന്നെ കായനോട് ആക്രോശിക്കുന്നുണ്ട്, നിന്നെ അങ്ങനെ ഇങ്ങനെ നിന്റെ പിന്നെ ഭൂമിയിൽ ഏറ്റവും വെറുക്കപ്പെട്ടവരാക്കി പറഞ്ഞിട്ടെല്ലാം കഴിഞ്ഞിട്ട് പറയാം. ഇപ്പം വേറെ നാട്ടിലേക്ക് പോവാണ്, കായൻ പോവാണ്. അപ്പോൾ കായൻ ചോദിച്ചു, എന്നെ മറ്റുള്ള ആൾക്കാരെന്നെ ആക്രമിക്കില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ദൈവം പറയുകയാണ്, ആരും നിന്നെ ആക്രമിക്കില്ല, നിനക്ക് ഞാൻ അടയാളം തരുന്നു, ഒരു അടയാളം നിന്റെ പുറത്തേ വരച്ചിട്ടുണ്ട്, അതുകൊണ്ട് നീ സുരക്ഷിതനായിരിക്കും. ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കി. കായൻ ആബേനെ കൊന്നു, കാരണക്കാരൻ ദൈവം. അത് കഴിഞ്ഞിട്ട് ഈ കൊന്ന കായനെ ശിക്ഷിക്കുകയല്ല ചെയ്തത്, അടയാളം വെച്ച് വിട്ടു ചെയ്ത്, നിന്നെ ആരും ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടയാളം വെക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ തുടങ്ങുന്നു ഈ ക്രിസ്തു മതത്തിൻ്റെ അകത്ത് വിഡ്ഢിത്തങ്ങളുടെ ആ കൂമ്പാരം ഞാൻ പറഞ്ഞത്. ഇത് ഉൽപ്പത്തി 4:14 അത് കഴിഞ്ഞ് കായൻ ഭാര്യയുമായിട്ട് ചേർന്നു, മക്കളുണ്ടായി. അപ്പോൾ ഇയാൾക്ക് ഇവിടുന്ന് ഭാര്യയെ കിട്ടി. ഇവിടെ ആകെ ഒരു സ്ത്രീയുടെ കാര്യം പറഞ്ഞിട്ടുള്ളൂ, അത് അവൻ്റെ അമ്മയായിട്ടുള്ള ഹവ്വയാണ്. ഈ വിഷയം പിന്നെ പരിഹരിക്കാൻ വേണ്ടി നമ്മുടെ മുഹമ്മദ് നബി ഒരു എളുപ്പപ്പണി പറഞ്ഞിട്ടുണ്ട്. അതായത് ഹവ്വ പ്രസവിച്ചതെല്ലാം ഇരട്ട കുട്ടികളായിരുന്നു, ഒരാണും ഒരു പെണ്ണും. ഈ ആണ് തന്നെയാണ് പെണ്ണിനെയും കല്യാണം കഴിച്ചത്. ഓരോ ഇരട്ടകളായിട്ട് ജനിച്ച ആണ് പെണ്ണിനെ കല്യാണം കഴിച്ചത്. അങ്ങനെയാണ് ഈ വിഷയം പരിഹരിച്ചത്. അങ്ങനെ 8 പേരാണെന്ന് എൻ്റെ ഓർമ്മ അല്ലേ, പുതിയങ്ങാടി 10 പേരല്ലേ, അങ്ങനെ 10 പേരുണ്ടായി എന്നാണ് ഖുറാൻ പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മുഹമ്മദ് നബി പറയുന്നത്. അങ്ങനെയാണ് ഈ പ്രശ്നം അവർ പരിഹരിച്ചത്. പക്ഷേ ബൈബിളിലെ പ്രശ്നം പരിഹരിച്ചിട്ടില്ല. കായൻ എങ്ങനെ ഭാര്യയായിട്ട് ചേർന്നു എന്ന് പറഞ്ഞിട്ടില്ല, എവിടുന്നാ ഭാര്യ വന്നതെന്ന് പറഞ്ഞിട്ടില്ല. ഏതായാലും കായനൊരു വംശം ഉണ്ടായി, അത് കായൻ വേറെ നാട്ടിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ 6-ാമത്തെ അധ്യായത്തിൽ വേറെ സംഭവം പറയുന്നു,
മനുഷ്യപുത്രിമാർ സുന്ദരികളാണെന്ന് കണ്ട് ദൈവപുത്രന്മാർ ഇറങ്ങി വന്നു, ഇവരുമായിട്ട് കല്യാണം നടത്തി പിള്ളേരുണ്ടായി. അപ്പോൾ ദൈവത്തിന് പുത്രന്മാരുണ്ടല്ലേ? ഇതൊക്കെ ചെറിയ കാര്യങ്ങൾ കേട്ടോ. 6-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വാക്യം പറയുന്നത് എന്താ വെച്ചാൽ, മനുഷ്യരെ സൃഷ്ടിച്ചതിൽ ദൈവം പരിതപിച്ചു. അപ്പം ഇദ്ദേഹത്തിന് എന്ത് നോളജുള്ളത്? ഇദ്ദേഹത്തിന് സർവജ്ഞാനിയാണെന്നുള്ള പറയുന്നത്. മനുഷ്യരെ സൃഷ്ടിച്ച് എങ്ങനെ സംഭവിക്കുന്നുള്ളത് ഇദ്ദേഹത്തിന് അറിയില്ലായിരുന്നോ? അടുത്തത്, ഒരു മഹാപ്രളയം ഉണ്ടാക്കി. പ്രളയം ഉണ്ടാക്കുമ്പോൾ എന്താ സംഭവിച്ചത്? അതുവരെയുള്ള എല്ലാവരെയും, അതായത് ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങളെ അടക്കം കൊന്നുകളഞ്ഞിട്ടാണ് ഈ നോഹയും കുടുംബത്തെയും മാത്രം രക്ഷപ്പെടുത്തുന്നത്. അവിടെയും നോഹയുടെ ഭാര്യ, 3 ആൺമക്കൾ, ഇത്രയും പേരുടെ പേര് പറയുന്നുള്ളൂ. ഭാര്യമാരുടെ കാര്യം പറഞ്ഞായിട്ട് ഞാൻ വായിച്ചില്ല, ഓർക്കുന്നത് കാണുന്നില്ല. എനിവേ, ലോകത്തുള്ള എല്ലാ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഓരോ പെയറിനെ വീതം ഈ കപ്പലിനകത്ത് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ജോലിയിൽ ആരാണ് ചെയ്തത്? 40 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കപ്പല്, മഴ കഴിഞ്ഞ് 40 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കപ്പൽ പോയിട്ട് ഒരു മലയിൽ പോയിട്ട് നിൽക്കുന്നത്. ഈ 40 ദിവസം ഇവർക്ക് ആരാണ് ഭക്ഷണം കൊടുത്തത്? ഇത്രമാത്രം ഭക്ഷണം ഇതിനകത്ത് ശേഖരിച്ചിട്ടുണ്ടായിരുന്നോ? അതുപോലെ മാംസം തിന്നുന്ന മൃഗങ്ങൾക്ക് എന്താണ് ഭക്ഷണം കൊടുത്തത്? അങ്ങനെ ചോദ്യങ്ങൾ ഒരുപടി ഉണ്ട്. ഇവിടെ ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. അതായത്, ഈ നോഹയുടെ അടുത്ത ജനറേഷൻ എങ്ങനെ ഉണ്ടായത്? അയാളുടെ മക്കൾ മാത്രമേ അവിടെ എത്തിയിട്ടുള്ളൂ. ഇനിയും ഭാര്യമാരുണ്ടായിരുന്നു പറഞ്ഞാൽ തന്നെയും അവിടെ രക്തബന്ധമുള്ളവർ തമ്മിൽ വീണ്ടും ബന്ധപ്പെട്ടുകൊണ്ടല്ലേ മക്കളുടെ അടുത്ത ജനറേഷൻ ഉണ്ടായെന്നുള്ള ചോദ്യം ഇവിടെ വരുന്നുണ്ട്. അടുത്തത്, ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുക്കുന്നു. നിനക്ക് നല്ല സ്ഥലം കാണിച്ചു തരാം, വന്നോളെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവാണ്. അങ്ങനെ കൊണ്ടുപോയി കാനാൻ ദേശം, ഇതാണ് നിന്റെ നിൽക്കത്തുള്ള ദേശം എന്ന് പറഞ്ഞു. അവിടുന്ന് പോയി ഈജിപ്തിലെത്തി. ഈജിപ്തിൽ എത്തുമ്പോഴാണ് ഇയാൾ ഭയങ്കര പട്ടിണി ഉണ്ടായി. അപ്പോൾ ഇയാൾ ഭാര്യയോട് പറഞ്ഞു, നീ അവിടെ പറയുക, നീ പെങ്ങളാന്ന് പറഞ്ഞാൽ മതി, ഭാര്യയാണെന്ന് പറയണ്ട. അങ്ങനെ ഫറവോൻ ഇവളെ ആളയച്ച് വരുത്തി ഭാര്യയായിട്ട് സ്വീകരിച്ചു. 12-15 പറയുന്നു, അവൾ ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് ആനയിക്കപ്പെടുകയും അവളെ പ്രതി ഫറവോൻ അബ്രഹാമിന് ധാരാളം ആടുമാടുകളെയും സേവകരെയും സമ്മാനമായി നൽകുകയും ചെയ്തു. അപ്പം നമ്മുടെ അബ്രഹാമിന് അതേ ആവശ്യമുള്ളൂ എന്ന് പറയാൻ കൂട്ടിക്കൊടുപ്പുകാരനായി. അബ്രഹാം ആരാന്ന് മനസ്സിലാക്കണം. എല്ലാ പള്ളികളിലും ദിവസവും പല പ്രാവശ്യം പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആളാണ് ഈ അബ്രഹാം എന്ന് പറഞ്ഞാൽ. അബ്രഹാമിൻ്റെ മടിത്തട്ടിലാണ് സ്വർഗം ഉണ്ടാക്കിയെന്നാണ് ക്രിസ്ത്യാനികൾ പറയുന്നത്. ആ അബ്രഹാമാണ്, അത്രയും ആദർശതീരനായ അബ്രഹാം ചെയ്തത് സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുക്കുകയായിരുന്നു. പക്ഷെ കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് ഫറവോനെയും കുടുംബത്തെയും മഹാവ്യാധികളാൽ പീഡിപ്പിച്ചു. ഫറവോൻ പേടിച്ചു പോയി. അപ്പോൾ ഫറവോൻ അബ്രഹാമിനോട് ചോദിച്ചു, നീ എന്തിനാ എന്നോട് കളവ് പറഞ്ഞ, എന്തിനാ പെങ്ങളാന്ന് പറഞ്ഞെന്നൊക്കെ ചോദിച്ചു. ഏതായാലും മണ്ണിൽ കുറേയധികം സമ്മാനങ്ങൾ കൊടുത്തിട്ട് അവർ പറഞ്ഞു വിട്ടു. നല്ല കച്ചവടമായിരുന്നു, ലാഭ കച്ചവടമായിരുന്നു. അബ്രഹാം കുറച്ച് വയസ്സായി, കുട്ടികളൊന്നും ഉണ്ടായില്ല. അപ്പോൾ സാറ പറഞ്ഞു, എൻ്റെ കൂടെ ഒരു അടിമ സ്ത്രീ ഉണ്ട്, ഹാഗാർ, അവളെ പ്രാപിച്ചോളാൻ പറഞ്ഞു. ഭാര്യ വേറെ സ്ത്രീയെ കൊടുത്തു. ഹാഗാർ ഗർഭിണിയായ ഹാഗാറിനോട് സാറയ്ക്ക് അസൂയ തോന്നി. അവളെ അടിച്ചോടിച്ചു വിട്ടു മരുഭൂമിയിലേക്ക്. സ്വന്തം കുഞ്ഞിനെ പേറി ഒരു സ്ത്രീ നിൽക്കുമ്പോൾ ആ സ്ത്രീയോട് ഒരു കരുണയും കാട്ടാതെ അവളെ മരുഭൂമിയിലേക്ക് അടിച്ചോടിക്കുകയാണ് ആര് ചെയ്തത്? ഈ പറഞ്ഞ സാറ ചെയ്തത്. സാറയെ തടയാൻ ആർക്ക് പറ്റിയിട്ടില്ല? അബ്രഹാമിന് പറ്റിയിട്ടില്ല. നീതിമാനായ അബ്രഹാമിന് പറ്റിയിട്ടില്ല. അങ്ങനെ സാറ മരുഭൂമിയിലെത്തിപ്പം ഒരു ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഹാഗാറെ, നീ തിരിച്ചു പോ, നീ അവർക്ക് അടിമപ്പെട്ട് ജീവിക്ക് എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. അങ്ങനെ ഹാഗാർ തിരിച്ചു പോന്നു. ഇതാണ് കഥ. അബ്രഹാമിന് 86 വയസ്സുള്ളപ്പോഴാണ് നമ്മുടെ ഹാഗാർ പ്രസവിച്ചത്. അവൻ ഇസ്മായിൽ എന്ന് പേരിട്ടു. അബ്രഹാം 99 വയസ്സുള്ളപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ഞാൻ കർത്താവാണെന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അന്ന് കർത്താവ് പറഞ്ഞു, അബ്രഹാമായിട്ട് കരാറുണ്ടാക്കി, പുരുഷന്മാരെല്ലാം പരിച്ഛേദം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് മുതൽ പരിച്ഛേദം തുടങ്ങിയത്. ഇസ്മായിലിനെ വരെ പരിച്ഛേദം ചെയ്തു. അത് കഴിഞ്ഞ് സാറ ഗർഭിണിയായി പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ഇസ്മായിലിൻ്റെ കൂടെ കളിക്കുന്നു എന്ന് പറഞ്ഞിട്ട്
വീണ്ടും ഈ ഹാഗാറിനെയും മകനെയും ഓടിച്ചു വിട്ടു. ഇത്തവണ അബ്രഹാം എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറേ അപ്പം, കുടിക്കാൻ കുറേ വെള്ളം, ഇത്രയും സാധനം അവളുടെ തലയിൽ വെച്ച് കൊടുത്തിട്ട് പൊക്കോളാൻ പറഞ്ഞു. പാവം ഇത് തീരുവോളം ഇങ്ങനെ അലഞ്ഞു നടന്നു. അങ്ങനെ മരുഭൂമിയിലെത്തി വളരെ കഷ്ടപ്പെട്ടു. അങ്ങനെ ആ കഥ പോകുന്നു. ഇയാളോട്, ഈ പറഞ്ഞ ആ വ്യക്തിയോട് എന്ത് ദയയാണ് നമുക്ക് തോന്നുക. ഇതിനെല്ലാം സപ്പോർട്ട് നമ്മുടെ കർത്താവാണ്. ഞാനിത് പെട്ടെന്ന് പറഞ്ഞു പോകാൻ നമുക്ക് പറയാൻ ഒരുപടിയുണ്ട്. അതുകൊണ്ടാണ് ഈ അബ്രഹാം പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ പുത്രനായ ലോത്തിനെ കൂടെ കൂട്ടുന്നുണ്ടായിരുന്നു. ലോത്തും അബ്രഹാം രണ്ട് ദിക്കുകളിലേക്ക് തിരിഞ്ഞു. ലോത്ത് ഇവിടെ സോറോം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ താമസിക്കുന്ന ഒരു ദിവസം കർത്താവും രണ്ട് മാലാഖമാരും കൂടെ ഇറങ്ങി വന്നു. അവരെ അബ്രഹാമിൻ്റെ വീട്ടിൽ നല്ല വിരുന്നൊക്കെ ഒരുക്കി കൊടുത്തു. നമ്മുടെ കർത്താവിലെല്ലാം തിന്നു പോരെ. അത് കഴിഞ്ഞ് കർത്താവ് പോയി. ഈ രണ്ട് ദൂതന്മാർ ലോത്തിൻ്റെ അടുത്ത് ചെന്നു. അതിൻ്റെ ഇടയ്ക്ക് അബ്രഹാമിനോട് പറയുന്നുണ്ട്, ഞാൻ ഗോതോം എന്ന് പറയുന്ന ഗൊമോറ എന്ന് പറയുന്ന സ്ഥലം ഞാൻ നശിപ്പിക്കാൻ പോവാണ്. അപ്പോൾ അബ്രഹാം പറഞ്ഞു, ഒരു 50 പേരെങ്കിലും നല്ലവരുണ്ടെങ്കിൽ നീ നശിപ്പിക്കാതിരിക്കാൻ ചെയ്യുമെന്ന് പറഞ്ഞു. 50 എന്നുള്ള 5 പേരാക്കിയിട്ടും ഇയാൾക്ക് എണ്ണം തേക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പട്ടണം നശിപ്പിക്കാൻ വേണ്ടി ഈ രണ്ട് ദൂതന്മാർ ലോത്തിൻ്റെ വീട്ടിലെത്തി അവർക്ക് സൽക്കാരൊക്കെ കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോണ്ട് അവർ വന്നതിന് സോദോം നഗരത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും, ഇത് വാക്യം 19:4, സോദോം നഗരത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും യുവാക്കൾ മുതൽ വൃദ്ധന്മാർ വരെയുള്ള എല്ലാവരും വന്ന് വീട് കൊളഞ്ഞു. അതാ രസം. നമ്മുടെ ഒരാളുടെ വീട്ടിലൊരു അതിഥി വന്നു, ഉടനെ ആ നഗരത്തിലുള്ള എല്ലാവരും ആബാലവൃദ്ധം വൃദ്ധന്മാരടക്കമുള്ള ആൾക്കാർ വന്നു. എന്താ അവരുടെ ആവശ്യം എന്താണ്? അവർ പറയാണ്, അതിഥികളായി എത്തിയിരിക്കുന്ന 2 പേരുമായി തങ്ങൾക്ക് സുഖഭോഗങ്ങൾ ഏർപ്പെടേണ്ടതിന് അവരെ പുറത്തു വിടുക. ഇതാണ് ആവശ്യം. കേൾക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ പിള്ളേരുടെ വെച്ച് ഇങ്ങനെ വായിക്കുന്നു, ആലോചിച്ച് നോക്കുക. വിശുദ്ധ ബൈബിളിലുള്ള വിവരണങ്ങളാണ് ഇതൊക്കെ. ഇതിൻ്റെ ആഴങ്ങളെക്കുറിച്ചൊന്നും ആരെങ്കിലും ചിന്തിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഇത്രയും വൃത്തികെട്ട പുസ്തകമാണ് വിശുദ്ധ പുസ്തകം എന്നിട്ട് വീട്ടിൽ വെച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞ കാര്യം തന്നെ നമുക്ക് ഒരു തരത്തിലും വിശ്വസനീയ ഒരു സംഭവം അല്ല. ഒരു സ്ഥലത്തുള്ള എല്ലാവരും കൂടെ ഞങ്ങൾക്ക് സുഖഭോഗത്തിൽ ഏർപ്പെടണമെന്നാണ് പറയുന്നത്. അപ്പോൾ ലോത്ത് എന്ത് ചെയ്തു? ലോത്ത് പറയാണ്, ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അയ്യോ വേണ്ടാത്രയൊന്നും കാട്ടല്ലേ, മ്ലേച്ഛത കാണിക്കല്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു പരിപാടി ചെയ്യാം. അതായത് പുരുഷ സ്പർശമേൽക്കാത്ത 2 പെൺമക്കൾ എനിക്കുണ്ട്, അവരെ നിങ്ങൾക്ക് വിട്ടുതരാം. വാക്യം 9, അവരെ വിട്ടുതരാം, ഇഷ്ടം പോലെ അവരോട് ചെയ്ത് പെരുമാറിക്കൊള്ളുക. ഒരപ്പൻ സ്വന്തം പെൺമക്കളെ ഈ കണ്ട പുരുഷാരങ്ങളുടെ ഇടയ്ക്കിലേക്ക് ഇറക്കി വിടാൻ തയ്യാറാവുകയാണ്. ഇവരുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് വായിക്കണം. ഇവരുടെ കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞതാണ്. ആ 2 പേരെ പറയുന്നത്, ഞങ്ങൾ പുരുഷസ്പർശം പോലെ ഏറ്റിട്ടില്ല, നിങ്ങൾ കൊണ്ടുവെക്കൂ, ഇഷ്ടം പോലെ ചെയ്തു എന്നാണ് പറയുന്നത്. ഏതായാലും വേണ്ടില്ല, ഇവർ സമ്മതിച്ചില്ല. ഇവർ ലോത്തിനെ ആക്രമിക്കാൻ തുടങ്ങി. പക്ഷെ വന്ന അതിഥികൾ എന്ത് ചെയ്തു? എന്തോ മെസ്മറിസാദാൻ്റെ കാണിച്ചവരെ കണ്ണുവട്ടന്മാരാക്കി. എന്നിട്ട് ഇവർ ലോത്തിനോട് പറഞ്ഞു, പെട്ടെന്ന് രക്ഷപ്പെട്ടോളൂ, പക്ഷേ നിങ്ങൾ പോകുന്ന പോക്കിൽ തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞു. കുറേ ശബ്ദങ്ങളൊക്കെ കേൾക്കും, തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞു. ലോത്തിൻ്റെ ഭാര്യ ഒന്ന് തിരിഞ്ഞു നോക്കി, അവർ ഉപ്പുതൂണായിപ്പോയി. എന്താ നീതിയല്ലേ! ഒന്ന് തിരിഞ്ഞു നോക്കി എന്നുള്ള കുറ്റത്തിന് അവർ ഉപ്പുതൂണായിപ്പോയി. കുറേ ശബ്ദം കിട്ടും, തിരിഞ്ഞു നോക്കാന്നുള്ളത് ആരായാലും ചെയ്തു പോകുന്ന കാര്യമാണ്. അവർ ഉപ്പുതൂണായി മാറി. അങ്ങനെ ലോത്തും 2 പെൺമക്കളും കൂടി ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു. അവിടെ ചെന്നപ്പോഴാണ് പെൺമക്കൾക്കൊരു ബോധം ഉണ്ടായത്. നമുക്ക് കുഞ്ഞുങ്ങൾ വേണ്ടേ? ഇവിടെ ആണുങ്ങളാരും ഇല്ലല്ലോ, നമ്മൾ എന്ത് ചെയ്യും? ഒരു പോംവഴി കണ്ടു, നമുക്ക് പിതാവിൻ്റെ കൂടെ ശയിക്കാം എന്നവർ ഒരു ഇത് കണ്ടു. അങ്ങനെ വാക്യം 33 പറയാണ്, ഒരു രാത്രിയിൽ ലോത്തിനെ വീഞ്ഞു കുടിപ്പിച്ച് മൂത്തവൾ അയാളുടെ കൂടെ ശയിച്ചു. പച്ചയായിട്ട് എഴുതിയിരിക്കുകയാണ് നമ്മുടെ ബൈബിളിൻ്റെ അകത്ത്, വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നതാണ്. ഇയാളെ വീഞ്ഞു കുടിപ്പിച്ചു, മൂത്തവൾ അപ്പൻ്റെ കൂടെ ശയിച്ചു, അവൾ ഗർഭിണിയായി. അവൾ വന്നു പോയതോ എണീറ്റ് പോയതോ അവൻ അറിഞ്ഞില്ല. പിറ്റേ ദിവസം 2ാമത്തോളം ഇങ്ങനെ ചെയ്തു. 2 പേരും ഗർഭിണിയായി.
രണ്ടുപേരും പ്രസവിച്ചു. അങ്ങനെ 2 വർഗം ഉണ്ടായി. നമ്മുടെ അബ്രഹാം എന്ത് ചെയ്തെന്നറിയോ? പണ്ടൊരു കച്ചവടം നടത്തി വളരെ ലാഭമാണെന്ന് ബോധ്യപ്പെട്ടു. അതായത് സാറയെ കൊണ്ടുപോയി കൊടുക്കുക, പെങ്ങളാണെന്ന് പറഞ്ഞ് കൊണ്ടു കൊടുക്കുക, സമ്പത്ത് കരസ്ഥമാക്കുക. രണ്ടാമത് അദ്ദേഹം പ്രയോഗിക്കുന്നത് ഇതേ വേല തന്നെ. ഇത്തവണ അദ്ദേഹം പോയത് അബിമലക് എന്ന് പറയുന്ന രാജാവിൻ്റെ അടുത്തേക്കാണ് പോയത്. അപ്പോൾ അവിടെ ചെന്ന് ഇവിടെ കണ്ടപ്പം അബിമലക്കിനെ ആളാഴ്ച വരുത്തി. അന്ന് രാത്രിയിൽ കർത്താവ് സ്വപ്നം കാണിച്ചിട്ട് പറഞ്ഞു, ഇത് ആൾ വേറെയാണ്, അവളുടെ ഭാര്യ എന്ന് പറഞ്ഞു. ഉടനെ പിറ്റേ ദിവസം അബിമലക്ക് ഇയാളോട് ചോദിച്ചത്, എന്ത് പണിയാണ് കാണിച്ചത്? നീ എന്നെ കൊല്ലിക്കുമായിരുന്നല്ലോ, നിന്റെ കർത്താവ് ഞങ്ങളെ കൊല്ലുമായിരുന്നല്ലോ, നീ മ്ലേച്ഛ പ്രവർത്തി ചെയ്തെന്ന് പറഞ്ഞു. നീ എന്തിനാ പെങ്ങളെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു. അതിൻ്റെ മറുപടിയാണ് ദിവസം. അപ്പോൾ നമ്മുടെ അബ്രഹാം പറയുകയാണ്, അവൾ എൻ്റെ പെങ്ങളും കൂടിയാണെന്ന്. എൻ്റെ ഭാര്യയാണ്, എൻ്റെ പെങ്ങളുമാണ്. എങ്ങനെ പെങ്ങളായി? അവൾ എൻ്റെ പിതാവിൻ്റെ മകളാണ്. ഞങ്ങളുടെ അമ്മമാർ 2 പേരാണ്, പക്ഷേ അവൾ എൻ്റെ പിതാവിൻ്റെ മകളാണ്. അപ്പോൾ ഒരേ പിതാവിന് ജനിച്ച മക്കൾ തമ്മിലാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവൾ എൻ്റെ സഹോദരിയാണ്. അപ്പോൾ സഹോദരിയാണ്, ഭാര്യയാണ്. ഇത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തലവെട്ടിക്കളയാൻ 2 എന്നാണ് ഈ ബൈബിളിൽ തന്നെ നിയമം പറഞ്ഞിരിക്കുന്നത്. അത് ചെയ്ത ആളാണ് ഈ പറഞ്ഞ ഏറ്റവും മഹാനായിട്ടുള്ള ഈ അബ്രഹാം എന്ന് പറഞ്ഞ ആൾ. അത് ചെയ്ത ആളാണ്. അബിമലക്ക് എന്ത് ചെയ്തു? ധാരാളം ആടുകളും സമ്പത്തിനെയൊക്കെ കൊടുത്തു നമ്മുടെ അബ്രഹാമിന്. കാരണം നല്ലൊരു കച്ചവടമാണെന്ന് ഓർക്കണം. രാജാക്കന്മാരുടെ അടുത്തു നിന്നാണ് ഇതെല്ലാം കിട്ടുന്നത്. അബിമലക്ക് കൊടുത്തത് ആടുമാടുകളെയും ദാസിദാസന്മാരെയും കൂടാതെ 1000 വെള്ളി നാണയങ്ങളും കൊടുത്തു. നിസ്സാര നല്ല കച്ചവടമായിരുന്നു. ഇതിനിടയ്ക്ക് കർത്താവ് ഒരു പണി ഒപ്പിച്ചായിരുന്നു. അതായത് അബിമലക്കിൻ്റെ അന്തഃപുരത്തിലുള്ള എല്ലാ സ്ത്രീകളെയും വന്ധ്യകളാക്കിയിരുന്ന ഒരൊറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതാണ്. ഏതായാലും വേണ്ടില്ല, അബിമലക്ക് ഇങ്ങനെ സമ്മാനം കൊടുത്ത് വിട്ടത് കൊണ്ട് അവരെല്ലാം കർത്താവ് സുഖപ്പെടുത്തി. അബ്രഹാം 100 വയസ്സുള്ളപ്പോൾ സാറ പ്രസവിച്ചു. നമ്മുടെ ഇസ്ഹാക്കിനെ പ്രസവിച്ചു. അപ്പോൾ കണക്കനുസരിച്ച് ഇസ്മായിലിന് ഒരു 14 വയസ്സുണ്ട്. അത് പിന്നെ ഇവർ പറയുന്നില്ല. ഇസ്മായിലും ഇസ്ഹാക്കും ഒരുമിച്ച് കളിക്കുന്ന കണ്ടപ്പോൾ സാറയ്ക്ക് കാലിളകി. അതാണ് കുറച്ചു മുമ്പേ പറഞ്ഞത്. അപ്പോൾ അവൾ പിന്നെ അബ്രഹാമിനോട് പറഞ്ഞു, അത് ശരിയാവില്ല എന്ന് പറഞ്ഞു. ഇവരെ ഓടിച്ചു വിടാൻ പറഞ്ഞു. അബ്രഹാം ഓടിച്ചു വിട്ടു. അബ്രഹാം രാവിലെ എണീറ്റ് കുറേ അപ്പവും, ഇതിപ്പോൾ വാക്യം 21-14, കുറേ അപ്പവും ഒരു തുളസഞ്ചിയിൽ വെള്ളവും എടുത്ത് ഹാഗാറിൻ്റെ തോളിൽ വെച്ച് കൊടുത്തു. മകനോട് കൂടി പറഞ്ഞയച്ചു. അവർ മരുഭൂമിയിൽ അലഞ്ഞു നടന്നു. ഇതുപോലെ ഇയാളുടെ മകനായ ഇസ്ഹാക്കും ഇതേ നയം പിന്തുടരുന്നുണ്ട്. അയാളുടെ കല്യാണം കഴിച്ചു. അവളുടെ പേര് റബേക്ക എന്നാണ്. അയാൾ പുറത്ത് പറഞ്ഞിരുന്നത് റബേക്ക എന്ന സഹോദരിയാണെന്ന് പറഞ്ഞു. ഇവർക്ക് ജന്മന കിട്ടിയൊരു സംഭവം തോന്നുന്നുണ്ട്. ഇവരെയും അബിമലക്കിൻ്റെ അടുത്ത് അതാണ് ഈ വിഷയം ഉണ്ടാകുന്നത്. ഇവർ നേരത്തെ പോലെ തന്നെ ഒരു ക്ഷാമം ഉണ്ടായി. ഇവർ അബിമലക്കിൻ്റെ അടുത്ത് ചെന്നു. അബിമലക്ക് ഇവളെ കണ്ടു, സുന്ദരിയാണല്ലോ എന്ന് കണ്ടു, സഹോദരിയാണെന്നാണല്ലോ പറഞ്ഞത്. അപ്പം എന്നാൽ അവളെ അന്തപുരത്തിലേക്ക് വിട്ടേക്കാൻ പറഞ്ഞു. പിന്നെയാണ് മനസ്സിലായി അവളുടെ ഭാര്യയാണെന്ന് മനസ്സിലാക്കിയത്. അതുപോലെ ഇസ്ഹാക്കിന് 2 മക്കളുണ്ടായി, യേസോവും ജേക്കബും. അമ്മയ്ക്ക് ഇഷ്ടം ജേക്കബിനെയാണ്. അമ്മ 2 പ്രാവശ്യം ഇയാളെ പറ്റിക്കുന്നുണ്ട്. ആരെ? അപ്പോൾ ഇയാൾക്ക് നമ്മുടെ ഇസ്ഹാക്കിനെ കണ്ടൊന്നും കാണാത്തൊരവസ്ഥയായി 2 പ്രാവശ്യം പറ്റിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം പിന്നെ ഇയാൾ ഇസ്ഹാക്ക് പറഞ്ഞു, എനിക്ക് കുറച്ച് പായസം കുടിക്കണമെന്ന് പറഞ്ഞു. അമ്മ പായസം ഉണ്ടാക്കി, പറഞ്ഞത് യേസോവിനോടാണ്. അമ്മ പായസം ഉണ്ടാക്കി കൊടുത്തു വിട്ടതും ഇളയവൻ്റെ കയ്യിലാണ്. അപ്പോൾ ഇയാൾക്ക് ഇവന് അനുഗ്രഹം കൊടുത്തു. മറ്റവന് കൊടുക്കേണ്ട അനുഗ്രഹം ഇയാൾക്ക് കൊടുത്തു. ഇത് 1. രണ്ടാമത്തെ കാര്യം, ഇയാൾ യേസോവിന് പറഞ്ഞു, എനിക്ക് കുറച്ച് വേട്ടയിറച്ചി കൊണ്ടു തരണം, ഇത് പാകം ചെയ്ത് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അതറിഞ്ഞ അമ്മ എന്ത് ചെയ്തു? ഓടിപ്പോയിട്ടൊരു ആടിനെ കൊന്ന് പാകം ചെയ്ത് ഇവൻ്റെ കൊടുത്തു വിട്ടു. ഇവൻ കൊണ്ടുപോയി പിന്നെ യേസോവാണെന്ന് പറഞ്ഞ് കൊണ്ടു കൊടുത്തു. അങ്ങനെ അപ്പോൾ അങ്ങനെ 3 സാധനവും മേടിച്ചെടുത്തു എന്നാണ്. പക്ഷെ പേടിച്ചിട്ട് ഇവൻ അവിടുന്ന് നാട് വിട്ടിട്ട് പോയത് അമ്മാവൻ്റെ അടുത്തേക്കാണ്. അതായത് നമ്മുടെ പിന്നെ റാഫേലിൻ്റെ ബ്രദറുണ്ട്, അങ്ങോട്ടാണ് പോയത്. അയാൾക്ക് 2 പെൺമക്കളുണ്ടായിരുന്നു. യേസോവിനെ ഭയന്ന് യാക്കോബ് അമ്മാവൻ്റെ അടുത്തേക്ക് പോയി മകൾ റാഹേലിനെ വിവാഹം കഴിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് 7 വർഷം അയാൾ ഇവനെ കൊണ്ട് പണിയെടുപ്പിച്ചു. നമ്മുടെ ജേക്കബിനെ കൊണ്ട് പണിയെടുപ്പിച്ചു. റാഹേലിനെ കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ കഴിച്ചു കൊടുത്തത് മൂത്തവളെയാണ്. റാഹേൽ നല്ല സുന്ദരിയാണ്, നല്ല തിളക്കമുള്ള കണ്ണൊക്കെ ഉള്ള ആളാണ് റാഹേൽ എന്ന് പറഞ്ഞത്. മൂത്തവള് എന്താ ഓലിയ എന്ന് മറ്റാണ് പേര്. ഓലിയക്ക് അത്ര സൗന്ദര്യമൊന്നുമില്ല, പക്ഷേ മണിയറയിലേക്ക് കയറ്റിവിട്ട ഓലിയനാണ്.
പിറ്റേ ദിവസം രാവിലെ ഇയാൾ ചോദിച്ചു, നിങ്ങളെ പറ്റിച്ചല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു, നീ ഒരു പണി രണ്ടും എടുത്തോ, വിള എടുത്തോ, പക്ഷേ ഇതിന് 7 കൊല്ലം കൂടെ പണിയെടുക്കാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും ഇയാൾ 14 കൊല്ലം പണിയെടുത്തിട്ടാണ് നമ്മൾ ഈ റാഹേലിനെ കൂടി ഇയാൾക്ക് കിട്ടുന്നത്. എന്നിട്ട് അമ്മാവും വിടൂലായിരുന്നു. അങ്ങനെ ഒരു വിധത്തിലാണ് അയാൾ അവിടുന്ന് തൻ്റെ കുട്ടികളും ഭാര്യയൊക്കെ ആയിട്ട് ഇയാളെ തിരിച്ചു പോരുന്നത്. ഇവിടെ ഇതിനിടയ്ക്ക് മൂത്ത ആൾക്ക് 3 മക്കളുണ്ടായി. അപ്പോൾ ഇളയ ആൾ പ്രസവിച്ചിട്ടില്ല. അവൾക്ക് അസൂയ തോന്നി. അവൾ ഭർത്താവിനോട് പറഞ്ഞു, ഇതാ എൻ്റെ അടിമ, എൻ്റെ തോഴി, അവൾ സുന്ദരിയാണ്, നീ പ്രാപിച്ചോളുക എന്ന് പറഞ്ഞു. ഇതൊക്കെ നമ്മൾ തനി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുമ്പോഴേ അതിൻ്റെ മീനിങ് കിട്ടുള്ളൂ. എൻ്റെ തോഴി സുന്ദരിയാണ്, നീ പോയിട്ട് അവളുടെ കൂടെ ശയിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞതനുസരിച്ച് റാഹേലിൻ്റെ പരിചാരികയെ യാക്കോബ് പ്രാപിച്ച് അവളെ ഗർഭിണിയാക്കി. പരിചാരിക 2 കുട്ടികളെ പ്രസവിച്ചു. തനിക്ക് വീണ്ടും മക്കളുണ്ടായില്ല എന്ന് മനസ്സിലാക്കിയ മൂത്തവളുടെ പേര് ലയ എന്നാണ് മൂത്തവളുടെ പേര്. മൂത്തയാൾ എന്ത് ചെയ്തു? അവൾ ആ പണി ഒപ്പിച്ചില്ലേ, എന്നൊരു പണി എൻ്റെ യാക്കോബ് പറഞ്ഞത്, അവനൊക്കെ സുന്ദരി എൻ്റെ കൂടെ ഉണ്ട്, തോഴിയുണ്ട്, ഇതിനെ കൊണ്ടിട്ട് കുട്ടി ഉണ്ടായിക്കോളാൻ പറഞ്ഞു. അങ്ങനെ സന്തോഷവാനായ ജേക്കബ് അവിടെയും കുട്ടികളെ ഉണ്ടാക്കി. അതിനിടയ്ക്ക് ഈ ലേയുടെ മകൻ വയലിൽ പോയിട്ട് ഒരു വിശിഷ്ടമായ പഴങ്ങൾ കൊണ്ടിരുന്നുണ്ട്. ദൂതായി പഴം എന്നാണ് പറയുക. അത് കണ്ടപ്പം റാഫേലിന് കൊതി വന്നു. അവൾ മൂത്തവളോട് ചോദിച്ചു, എനിക്ക് കുറച്ച് പഴം തരുന്നു. തരില്ല എന്ന് പറഞ്ഞു. തരില്ല, എൻ്റെ മകനോ കൊണ്ടുവന്നെന്ന് പറഞ്ഞു. കെഞ്ചി കഴിയുമ്പോൾ പറഞ്ഞു, ഇന്ന് രാത്രി എൻ്റെ ഭർത്താവിന് എൻ്റെ കൂടെ വിടാമെങ്കിൽ എനിക്ക് പഴം തരാമെന്ന് പറഞ്ഞു. ആ വ്യവസ്ഥയിൽ അന്ന് പഴം കൊടുത്തു. ഇയാൾ അവളുടെ കൂടെ ചേർന്ന് ശയിച്ചു. അന്നും ഒരു കുട്ടിയുണ്ടായി. അങ്ങനെ മൊത്തം 12 കുട്ടികളുണ്ടായി. ജേക്കബിന് 12 കുട്ടികളുണ്ടായി. അങ്ങനെ ജേക്കബ് തൻ്റെ 12 മക്കളോടും ഭാര്യമാരോടും എല്ലാം കൂടി തിരിച്ച് തൻ്റെ ദേശത്തേക്ക് പോവാണ്. വളരെ പേടിച്ചാണ് വരുന്നത്. കാരണം യേശോവിൻ്റെ സ്വഭാവം എന്താണെന്ന് അറിയത്തില്ല. ഒരു നദിക്കരയിലെത്തി തൻ്റെ പരിചാരകനെയും ഭാര്യമാരെയും കുട്ടികളൊക്കെ അക്കരയ്ക്ക് പറഞ്ഞു വിട്ടു. ഇയാൾ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അപ്പോഴൊരു മല്ലൻ വരുന്നു. അത് ആരാന്നറിയാമോ? കർത്താവ്, സാക്ഷാൽ ദൈവം തമ്പുരാൻ വന്നിട്ട് ഇയാളുമായിട്ട് മൽപ്പിടുത്തം നടത്തുകയാണ്. യാക്കോബും കർത്താവുമായി ഒരു രാത്രി മുഴുവൻ മൽപ്പിടുത്തമുണ്ടായി. വാക്യം 32-25. ഒരു രാത്രി മുഴുവൻ ഇവർ തമ്മിൽ മൽപ്പിടുത്തം ഉണ്ടായി. ആരെ? കർത്താവുമായിട്ട്. ഇതെല്ലാം ഈ പ്രപഞ്ചം മുഴുവൻ എല്ലാം സൃഷ്ടിച്ച കർത്താവ് വന്നിട്ട് ഒരു കൊച്ചു മനുഷ്യൻ, അവൻ്റെ ചേട്ടനെ പേടിച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ, അവനുമായിട്ട് മൽപ്പിടുത്തം നടത്തിയിട്ട് കർത്താവിന് ജയിക്കാൻ പറ്റിയില്ല. അവസാനം കർത്താവ് എന്താ അറിയോ? കീഴടക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായ കർത്താവ് യാക്കോബിൻ്റെ അരക്കെട്ടിൽ തട്ടി. തുട അരക്കെട്ടിൽ നിന്നും തെറ്റി. നല്ല കർത്താവ്. അങ്ങനെ യാക്കോബിൻ്റെ തുട അരക്കെട്ടിൽ തെറ്റി. അങ്ങനെയൊക്കെ മുടന്നായി. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഒരു വരം കൊടുത്തു. ഇനി മേൽ ജേക്കബേ, നിന്റെ പേര് ഇസ്രായേൽ എന്നായിരിക്കുന്നു. അതാണ് കിട്ടിയ വരം. പേര് മാറ്റി കൊടുത്തു. ഇസ്രായേൽ എന്നായിരിക്കും എൻ്റെ പേരെന്ന് പറഞ്ഞു. ഏതായാലും നീ മനുഷ്യരോടും ദൈവത്തോടും മല്ലിട്ട് ജയിച്ചിരിക്കുന്നു. ഇതേ ദൈവം പിന്നെ വേറെ ആളോട് മല്ല് പിടിക്കുന്നത്. അത് നമ്മുടെ മോശമായിട്ടാണ്. മോശമായിട്ട് മല്ല് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പിന്നീട് പറയുന്നുണ്ട്, മോശയുടെ ഭാര്യയ്ക്ക് എൻ്റെ ഇത് കിട്ടി, മരുന്ന് കിട്ടി. അവർ വേണ്ട മകൻ്റെ അഗ്രചർമ്മം മുറിച്ച് കർത്താവിൻ്റെ മേത്തുകൊണ്ട് തൂത്തു. എന്നിട്ട് പറഞ്ഞു, നീ ഞങ്ങൾക്ക് രക്തബന്ധമുള്ള ആളാന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് വിട്ടിട്ട് പോയി. അത് നമ്മൾ പിന്നെ വരുന്നുണ്ട്, അപ്പോൾ നോക്കാം. കർത്താവ് 32 പറയാണ്, കർത്താവ് യാക്കോബിൻ്റെ തുടയിൽ തട്ടിയത് കൊണ്ട് തുടയും അരയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സീനായു ഇന്നും ഇസ്രായേൽക്കാർ ഭക്ഷിക്കാറില്ല. ഒരു മൃഗത്തിൻ്റെ സീനായു അവർ ഭക്ഷിക്കാറില്ല. അടുത്ത രസം 34:2. ഇതൊരു വലിയ സംഭവമാണ്. യാക്കോബിന് ലയയിലുണ്ടായ മകൾ ദീനയെ ഒരാൾ ബലാത്സംഗം ചെയ്തു. അവിടുത്തെ പ്രഭുവായിരുന്ന ഹാരോയിൻ്റെ മകനായിരുന്നത് ശെക്കോം എന്നവൻ്റെ പേര്. അപ്പോൾ ഹാമോർ എന്ത് ചെയ്തു? ഈ പയ്യൻ്റെ തന്ത ഇയാളെ വന്നിട്ടുണ്ട്, പറഞ്ഞു, ക്ഷമിക്കണം കേട്ടോ, ഇങ്ങനെ സംഭവിച്ചു, എൻ്റെ മകന് സംഭവിച്ചു പോയി, അവളെ വേണമെങ്കിൽ എൻ്റെ മകനെ കൊണ്ട് ഞാൻ കല്യാണം കഴിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. അതല്ല, ഞാൻ എന്താ ചെയ്യുക? അങ്ങനെ വ്യവസ്ഥ വെച്ചു. യാക്കോബിൻ്റെ മക്കൾ ഒരു വ്യവസ്ഥ വെച്ചു. ഇവർ ഹിവ്യന്മാരായിട്ടുള്ള പുരുഷന്മാരെല്ലാം പരിച്ഛേദം ചെയ്യണം, അഗ്രചർമ്മം ഛേദിക്കണം എന്നൊരു വ്യവസ്ഥ വെച്ചു. അങ്ങനെ അവരെല്ലാം അഗ്രചർമ്മം ഛേദിച്ചു. ആ വ്യവസ്ഥ സമ്മതിക്കുകയും അവരെല്ലാം പരിച്ഛേദം നടത്തുകയും ചെയ്തു. ഈ വാക്യം 34-25. എന്നാൽ
അതിന് 3-ാം നാൾ ഓർക്കാപ്പുറത്ത് യാക്കോബിന്റെ പുത്രന്മാർ പട്ടണത്തിൽ പ്രവേശിച്ച് എല്ലാവരെയും കൊന്നുകളഞ്ഞു. എന്ത് നീതിമാന്മാരാണ് അല്ലേ! എല്ലാവരെയും കൊന്നുകളഞ്ഞു. അത് മാത്രമല്ല, നഗരം കൊള്ളയടിച്ചു, സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പിടിച്ചോണ്ട് പോയി. ഈ അബ്രഹാം നല്ലൊരു കൊള്ളക്കാരനും കൂടിയായിരുന്നു കേട്ടോ. ഈ കൊള്ള ഇവർക്ക് നേരത്തെ ഇവിടെ സംസാരിച്ചിരുന്ന അദ്ദേഹം അതിനെക്കുറിച്ച് പറയുണ്ടായി. പ്രാചീന ഗോത്രങ്ങൾ കൊള്ള ഒരു തൊഴിലായിട്ടാണ് കണക്കാക്കിയിരുന്നത് ഇവിടെ പറയണ്ടായി, നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഇവിടെ അതിന് സംഭവിക്കുന്നത്, ഇവരും കൊള്ള ഇവരുടെ ഒരു അവകാശമായിട്ടാണ് ഇവർ കണക്കാക്കിയിരുന്നത്. കൊള്ളയടി ഇവർ വളരെ നിർബോധം ഇവർ നടത്തിയിരുന്നു. ദൈവം ഒരിക്കൽ കൂടെ യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടു, എന്നിട്ട് ഓർമ്മിപ്പിച്ചു, നിന്റെ പേരെ മാറ്റി ഓർമ്മയുണ്ടല്ലോ, ഇനി നീ ഇസ്രായേലാന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് യാക്കോബിൻ്റെ മൂത്ത പുത്രൻ റൂബൻ അയാൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. റൂബൻ ഒരു ചെറിയ കുസൃതി വെപ്പിച്ചു, പിതാവിൻ്റെ ഉപനാരിയുമായിട്ട് ശയിച്ചു, അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. പിന്നെ ചില ആൾക്കാർ ഫേസ്ബുക്കിലൊക്കെ ഓരോന്ന് എഴുതിയിട്ട് ട്രാൻസ്ലേറ്റ് ടു മലയാളം എന്ന് പറയുന്ന അടിയിൽ എഴുതി വെക്കും. കാരണം ശരിക്കും മനസ്സിലാക്കിക്കോളൂ, നമ്മൾ ഇത്രയും പറയാൻ കഴിയുള്ളൂ എന്ന് പറ്റില്ല. അപ്പോൾ ഈ ഉപനാരിമാരെ ശയിക്കുന്നത് ഇതിനകത്തൊരു നിത്യ സംഭവമാണ്. പലരെയും ഈ കഥകൾ ഇതിനകത്ത് പിന്നെയും ആവർത്തിക്കുന്നുണ്ട്. അടുത്ത സംഭവം, ജോസഫ് എന്ന് പറഞ്ഞ ഇളയ മകനോട് മറ്റുള്ളവർക്ക് അസൂയ തോന്നി, അവനെ കുഴി തള്ളിയിട്ടു. റൂബൻ കൊല്ലണ്ട, നമുക്കൊരു പണി ചെയ്യാൻ, അവനെ ആർക്കെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞിട്ട് കച്ചവടക്കാർക്ക് വിറ്റു. അങ്ങനെ അവൻ ഈജിപ്തിൽ എത്തിപ്പെട്ടു. എന്നിട്ട് പിതാവിനോട് പറഞ്ഞു, അവൻ മരിച്ചുപോയെന്ന് പറഞ്ഞു. മക്കളിൽ ഒരുവനായ യൂദ അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോയി. യൂദാക്ക് 3 ആൺമക്കളുണ്ടായി. മൂത്ത ആൺമകൻ താമാർ എന്ന് പറഞ്ഞ യുവതിയെ കല്യാണം കഴിച്ചു. കർത്താവിന് എന്തോ അനിഷ്ടം തോന്നി, താമാറിനെ കൊന്നുവെച്ചു. ചുമ്മാ അവൻ്റെ കഥ കഴിഞ്ഞു. അപ്പോൾ യൂദ രണ്ടാമത്തെ മകനോട് പറഞ്ഞു, 38:6 കടിഞ്ഞൂൽ പുത്രനായ ഏറിന് താമാർ എന്ന യുവതിയെ വിവാഹം കഴിച്ചു കൊടുത്തു. കർത്താവ് അവനെ മരണത്തിന് ഇടയാക്കി. അപ്പോൾ യൂദ രണ്ടാമത്തെ മകൻ ഓനാനെ വിളിച്ച് പറഞ്ഞു, താമാറിനെ വിവാഹം കഴിച്ച് സഹോദരന് വേണ്ടി കുട്ടികളെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. എന്തല്ല ആചാരം അല്ലേ! മകൻ മരിച്ചു പോയാൽ വിധവയിൽ ആരെയാണ് ഇളയ മകൻ. ഇന്ന് അവർക്ക് ആചാരം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇസ്ലാം ഇവരുടെ യഹൂദന്മാരുടെ ഒരു ആചാരമാണത്. അപ്പോൾ രണ്ടാമത്തെ മകനോട് പറഞ്ഞു, നീ പോയിട്ട് ഇവിടെ കല്യാണം കഴിച്ച് കുട്ടികളെ ഉണ്ടാക്കുക. ആർക്ക് വേണ്ടി ഉണ്ടാക്കുക? നിന്റെ ചേട്ടന് വേണ്ടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. പക്ഷെ ഓനാൻ തോന്നി, ഇതെന്തൊരു കഷ്ടമായത്, ഞാൻ കഷ്ടപ്പെട്ട് കുട്ടികളെ ഉണ്ടാക്കുക, പക്ഷെ കുട്ടി മൂത്തയാളുടേതായിട്ട് അറിയപ്പെടുക, അത് വേണ്ട, പരിപാടി വേണ്ട. അപ്പോൾ ഓനാൻ പണി ചെയ്തു. ഓനാന് പക്ഷേ അങ്ങനെ കുട്ടികൾ ജനിക്കുന്ന ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് താമാറുമായി വേഴ്ച നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ബീജം നിലത്തൊഴിച്ചു. ഞാൻ വായിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നാണ്, ആരും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ താമാറായിട്ട് വേഴ്ച നടത്തിക്കൊണ്ടിരുന്നു. സ്കലനുണ്ടാകുന്ന സമയമായപ്പോൾ അയാളത് നിലത്തോട്ട് ഒഴിച്ചു. 38:10 അവൻ ചെയ്തത് കർത്താവിന് ഇഷ്ടമായില്ല. നിസ്സാര പണിയാണെന്ന് കാണിച്ചത്. കർത്താവിനെ ഒരു എന്താ പറയുക, മുഖത്ത് കരിവാരി തച്ച പ്രവൃത്തിയായിപ്പോയി. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? അവനെയും കൊന്നുകളഞ്ഞു. അതാണ് നീതിമാനായ കർത്താവ്. അവനെയും കൊന്നുകളഞ്ഞു. താമാർ തൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് മടങ്ങി. പക്ഷേ പറഞ്ഞതുപോലെ ഇളയ മകന് പ്രായമായപ്പോൾ അവനെ താമാറിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചില്ല. കക്ഷി മറന്നുപോയതായിരിക്കും തോന്നുന്നു. അപ്പോൾ താമാർ എന്ത് ചെയ്തു? തൻ്റെ വിധവാ വസ്ത്രങ്ങൾ മാറ്റിയിട്ട് മൂടുപടം കൊണ്ട് മൂടി യൂദ വരുന്ന വഴിയിൽ ഇരുന്നു. മൂടുപടം കൊണ്ട് മൂടിയിരിക്കുകയാണ്. ആളാരെന്ന് മനസ്സിലാവില്ല. യൂദ അവളൊരു വേശ്യയാണെന്ന് കരുതി അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഞാൻ നിന്നെ പ്രാപിക്കട്ടെ എന്ന് ചോദിച്ചു. ഇതിനേക്കാൾ നല്ല ഭാഷയിൽ എങ്ങനെ ചോദിക്കുക? ഞാൻ നിന്നെ പ്രാപിക്കട്ടെ എന്ന് ചോദിച്ചു. അവൾ സമ്മതിച്ചു. പ്രതിഫലമായ ഒരു ആട്ടിൻകുട്ടിയെ കൊടുത്തു വിടാന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ചോദിച്ചു, ഉറപ്പ് നിങ്ങൾ കൊടുത്തു വിടാന്നുള്ള ഉറപ്പെന്താന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞൊരു പണി ചെയ്യോ? അപ്പോൾ അവൾ തന്നെ പറഞ്ഞു, എന്താ പറഞ്ഞാൽ പ്രതിഫലമായ ഒരു ആട്ടിൻകുട്ടിയെ കൊടുത്തയക്കാമെന്ന് യൂദ പറഞ്ഞു. അവൾ സമ്മതിച്ചു. പക്ഷേ അത് കിട്ടുമെന്ന ഉറപ്പിന് വേണ്ടി യൂദായുടെ മുദ്രമോതിരവും വളയും കയ്യിലെ വടിയും അവൾ മേടിച്ചു. എന്നിട്ട് യൂദായ്ക്ക് വഴങ്ങുകയും ചെയ്തു. അങ്ങനെ അവൾ ഗർഭിണിയായി. അവൾ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. പിറ്റേ ദിവസം നമ്മുടെ യൂദ ഒരു ആട്ടിൻകുട്ടിയെ കൊടുത്തു വിട്ടു. പക്ഷേ ആ കക്ഷിയെ കണ്ടില്ല. ആട് കിടന്നിടത്ത് പൂടയില്ല എന്ന് പറഞ്ഞ മാതിരിയായിരുന്നു അവസ്ഥ. 24-ാമത്തെ വാക്യം പറയുന്നു,
3 മാസം കഴിഞ്ഞപ്പോൾ തൻ്റെ മരുമകൾ വേശ്യാവൃത്തി നടത്തിയെന്നും ഇപ്പോൾ ഗർഭിണിയാണെന്നുമുള്ള വാർത്ത യൂദ അറിഞ്ഞു. അവളെ ചുട്ടുകളയാൻ അയാൾ ഉത്തരവിട്ടു. താമാർ തൻ്റെ കയ്യിലെ സാധനങ്ങൾ അയാൾക്ക് കൊടുത്തുവിട്ടു. എന്നിട്ട് പറഞ്ഞു, ഇതിൻ്റെ ഉടമസ്ഥനാണ് തൻ്റെ ഗർഭത്തിന് ഉത്തരവാദി എന്ന് പറഞ്ഞു. യൂദ നാണം കെട്ടുപോയി. ഇരട്ട കുട്ടികളാണ് അവളുടെ വയറ്റിലുണ്ടായിരുന്നത്. അമ്മായിപ്പൻ ഉണ്ടാക്കിയത് ഇരട്ട കുട്ടികളായിരുന്നു. അടുത്ത് നമ്മുടെ ജോസഫ് എവിടെ എത്തി? ജോസഫ് ഫറവോയുടെ കാവൽപ്പടയുടെ തലവനായിരുന്ന പൊത്തിഫറിന് വിൽക്കപ്പെട്ടു. അവിടുന്ന് അയാൾ നല്ല എന്താണ് പറയുക, അവൻ പൊത്തിഫറിൻ്റെ പ്രീതിക്ക് പാത്രമായി. ജോസഫ് വടിവൊത്ത ശരീരമുള്ളവനും സുമുഖനുമായിരുന്നു. അപ്പോൾ നമ്മൾ പൊത്തിഫറിൻ്റെ ഭാര്യയ്ക്ക് അവനോട് അഭിലാഷം തോന്നി. തൻ്റെ കൂടെ ശയിക്കാൻ ആവശ്യപ്പെട്ടു. ജോസഫ് വഴങ്ങിയില്ല. ഒരു ദിവസം ആരില്ലായിരുന്ന സമയത്ത് അവൾ അവൻ്റെ മേലങ്കിയിൽ കടന്നു പിടിച്ചിട്ട് എൻ്റെ കൂടെ ശയിക്കുക എന്ന് പറഞ്ഞു. ജോസഫ് മേലങ്കി ഉപേക്ഷിച്ച് പുറത്തേക്ക് ഓടിപ്പോയി. അവൾ മറ്റുള്ളവരെ വിളിച്ചു കൂട്ടി ജോസഫ് തൻ്റെ കൂടെ ശയിക്കാൻ വന്നെന്നും താൻ ഉച്ചത്തെ നിലവിളിച്ചപ്പോൾ ജോസഫ് ഓടി രക്ഷപ്പെട്ടെന്നും പറഞ്ഞു. വിവരം പറഞ്ഞ് പൊത്തിഫർ ജോസഫിനെ കാരാഗൃഹത്തിൽ അടച്ചു. നമ്മുടെ കഥ ഇങ്ങനെ പോവാണ്. അടുത്തത് ഈജിപ്തുകാരെ കൊള്ളയടിക്കണമെന്ന് മോശയോട് കർത്താവ് ആവശ്യപ്പെട്ടു. വാക്യം 3:9. 4:19 പറയാണ്, മെദിയാനിൽ വെച്ച് കർത്താവ് മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. ഈജിപ്തിലേക്ക് മടങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് മോശ ഈജിപ്തിലേക്ക് പോയി. യാത്രാമധ്യേ അവൻ താമസിക്കുന്ന സ്ഥലത്ത് കർത്താവ് പ്രത്യക്ഷപ്പെട്ട് മോശയെ വധിക്കാനൊരുങ്ങി. ഇതായത് നേരത്തെ പറഞ്ഞ സംഭവം. മോശയുമായിട്ട് മൽപ്പിടുത്തമുണ്ടായി. അത് കണ്ട് മോശയുടെ ഭാര്യ തൻ്റെ പുത്രൻ്റെ അഗ്രജന്മം ഛേദിച്ച ശേഷം മോശയുടെ പാദങ്ങൾ, ഞാൻ കർത്താവെന്ന് പറഞ്ഞ്, പാദങ്ങൾ അത് കൊണ്ട് സ്പർശിച്ച ശേഷം നീ എനിക്ക് രക്തഭർത്താവാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് മോശയെ വിട്ടുപോയി. അപ്പോൾ ഇതൊരു നല്ല മരുന്നാണ്, ഒറ്റമൂലിയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് മുറിച്ച് ഒന്ന് തൂത്താൽ മതി എന്നാണ് പറയുന്നത്. ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്തിനാണ് കർത്താവ് മോശയെ കൊല്ലാൻ വന്നത്? ഞാൻ ആദ്യം വായിച്ച 19ാമത്തെ വാക്യമാണ്, ഇപ്പോൾ വായിച്ച 24ാമത്തെ വാക്യമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൻ്റെ ഇടയ്ക്ക് എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ട്. 19 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ അതിനുള്ള ഉത്തരമില്ല. ആ വാക്യങ്ങളിൽ കർത്താവ് മാത്രമാണ് സംസാരിക്കുന്നത്. മോശയോട് ഫറവോൻ്റെ അടുക്ക് ചെല്ലണം, എന്ത് പറയണം, എങ്ങനെ പറയണം, എന്തൊക്കെ കാണിക്കണം എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് അവസാനം ഒരു ഇതും കൂടെ കൊടുക്കും, നീ എന്തൊക്കെ കാണിച്ചാലും അയാൾ ഒന്നും ചെയ്യില്ല, കാരണം ഞാൻ എന്ത് ചെയ്യും, ഞാൻ അയാളുടെ ഹൃദയം കഠിനമാക്കും. ഡബിൾ റോളാണ്. ഇവിടെ ഇയാളുടെ ചെന്ന് പറയാം, മറുഭാഗത്ത് മോശയുടെ ഫറവോൻ്റെ ഹൃദയം കഠിനമാക്കുക. അതായത് ഫറവോൻ എന്ത് ചെയ്യരുത്, അനുസരിക്കരുത്. അപ്പോൾ അങ്ങനെ ഒരു തരം ഡബിൾ റോളാണ് നമ്മുടെ ഈ കർത്താവ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവ് മോശയോട് പറഞ്ഞു, ഫറവോയുടെ അടുത്തെത്തുമ്പോൾ ഞാൻ പഠിപ്പിച്ച അത്ഭുതങ്ങൾ പ്രവർത്തിക്കണം, പക്ഷേ ഞാനവരെ കഠിനചിത്തരാക്കും, അവൻ ജനത്തെ വിടുകയുമില്ല. നീ ഫറവോയോട് പറയണം, കർത്താവ് പറയുന്നു, എന്താ പറയണത്, ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, എന്നെ ആരാധിക്കാൻ വേണ്ടി എൻ്റെ പുത്രനെ വിട്ടയക്കുക. നീ അവനെ വിട്ടയക്കുന്നില്ലെങ്കിൽ നിന്റെ പുത്രന് മാറിയാതിനെ തന്നെ ഞാൻ വധിക്കും. ഇതൊരു ഭീഷണിയാണ്. അവരെ വിട്ടയക്കുക, ഇല്ലെങ്കിൽ നിന്റെ ജാതനെ ഞാൻ വധിക്കുന്ന പറയുന്നത്. അവിടെ കൊണ്ട് തീർന്നില്ല. മോശ പറഞ്ഞതുപോലെ ഇസ്രായേൽ കൊള്ളയടിക്കണമെന്ന് പറഞ്ഞായിരുന്നല്ലോ, കർത്താവ് പറഞ്ഞായിരുന്നല്ലോ കൊള്ളയടിക്കണമെന്ന്. അപ്പോൾ മോശ ഇസ്രായേൽ പറഞ്ഞു, നിങ്ങൾ കൊള്ളയടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നല്ല രീതിയിൽ കൊള്ളയടിക്കാനാണ് പറഞ്ഞത്. മോശ പറഞ്ഞു, ഇസ്രായേൽക്കാർ ഈജിപ്തുകാരുടെ പൊന്നും വെള്ളിയും വസ്ത്രങ്ങളും ഒക്കെയും ചോദിക്കണം, അവർ തരും, തന്നു കഴിഞ്ഞാൽ നിങ്ങൾ മേടിച്ചോണം. അങ്ങനെ അവർ ഈജിപ്തുകാരെ കൊള്ളയടിച്ചു. ബാക്കി 35 13ാമത്തെ അധ്യായം പറയുന്നു, ആദ്യജാതനെ കൊന്നുകളയണം, കർത്താവ് കൽപ്പിച്ചു. ഇസ്രായേലിൻ്റെ ആദ്യജാതരെല്ലാം കൊന്നുകളയണം. എന്ത് കാര്യത്തിലാണ്? ഒരാൾക്കൊരു മകനുണ്ടായാൽ, എത്ര മക്കളുണ്ടെങ്കിലും മൂത്ത മകനെ കൊന്നുകളയണം. അത് ആൾക്കാർ മാത്രം പോരാ, മൃഗങ്ങളുടെ എല്ലാം ചെയ്യണമെന്നാണ് കർത്താവ് ആജ്ഞാപിച്ചിരിക്കുന്നത്. ഈ കർത്താവിന് വട്ടാണോ, അയാൾ സൈക്കിക്കാണോ, അയാൾ എന്താണ്, ഇയാളാണോ ഇവരെല്ലാം കൂടെ ആരാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ആരെങ്കിലും വിശ്വാസികളുണ്ടെങ്കിൽ അവരോട് ചോദിക്കണം, നിങ്ങളുടെ കർത്താവ് ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ നന്നായിരിക്കും. കർത്താവ് കൽപ്പിച്ചു, ഇസ്രായേലിൻ്റെ ആദ്യജാതരെല്ലാം എനിക്കായി സമർപ്പിക്കുക, മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകൾ എനിക്കുള്ളതാണ്. ഇതാണ് ദൈവോട് ഒപ്പിട്ട ഉടമ്പടി പത്രം. എല്ലാ കടിഞ്ഞൂലുകളെ എനിക്ക് ബലിയർപ്പിക്കുക. ഇപ്പോഴും ചില ഗോത്രങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ആദിജാതന്മാരെ ബലിയർപ്പിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ മോശ ഇവരെല്ലാം കൂട്ടി, ഇസ്രായേലുകാരെല്ലാം കൂട്ടി പോവുകയാണ്. സീനോയ് മലയുടെ അടുത്തെത്തി.
ഇയാൾ മലയിൽ കയറിപ്പോയി ദൈവമായിട്ട് സംസാരിച്ച് 40 ദിവസം ഉണ്ടായി. അങ്ങനെ ദൈവം സ്വന്തം കൈപ്പടയിൽ 10 കൽപ്പനകൾ എഴുതി കൊടുത്തു. ഞാൻ വായിക്കാം. 31:18. സീനോയ് മലയിൽ വെച്ച് മോശയോട് സംസാരിച്ച ശേഷം ഉടമ്പടിയുടെ 2 പ്രതികൾ തൻ്റെ വിരൽ കൊണ്ടെഴുതിയ 2 വിരൽ കൊണ്ടെഴുതി, കർത്താവേ തൻ്റെ വിരൽ കൊണ്ടെഴുതി, അങ്ങനെ ആ എഴുതിയ 2 കൽപ്പനകൾ ഇയാൾക്ക് നൽകി, മോശയ്ക്ക് നൽകി. ഈ സമയത്ത് താഴെ ജനങ്ങൾ സ്വർണം കൊണ്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ആരാധിക്കാൻ പറ്റില്ല തായോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കുറച്ച് ദിവസം മുമ്പ് കർത്താവ് മേഘങ്ങളിൽ വന്ന് ഇവരോട് സംസാരിച്ചാണ് അവർ കർത്താവിനെ കണ്ടതാണ്. പക്ഷെ ഇപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ആരാധിക്കാൻ ഒരു ദൈവത്തെ വേണം. അങ്ങനെ നമ്മുടെ അഹറോനോട് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ദൈവത്തെ തരാൻ പറഞ്ഞു. അഹറോൻ പറഞ്ഞു ഞങ്ങളുടെ പൊന്നു കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു കാളയുണ്ടാക്കി എല്ലാവരും കൂടെ അതിന് മുമ്പിൽ ആരാധിച്ചുകൊണ്ടിരിക്കും. ഈ സമയത്ത് അങ്ങനെ നമ്മുടെ മോശ താഴെത്തി. കർത്താവ് നേരിട്ട് സംസാരിച്ചിട്ട് പോലും ജനങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് മോശയ്ക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. കർത്താവ് അരുളി ചെയ്തു, മറ്റൊരു ദൈവത്തെയും ആരാധിക്കരുത്. എന്തെന്നാൽ ഞാൻ അസഹിഷ്ണുവാണ്. അയാൾ കൃത്യമായിട്ട് തൻ്റെ ഐഡൻറ്റിറ്റി പറഞ്ഞിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞു ഞാൻ അസഹിഷ്ണുവാണ്, എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും വേറെ ദൈവങ്ങളെ ആരാധിക്കരുത്. എന്തെന്നാൽ അസഹിഷ്ണു എന്ന പേരുള്ള കർത്താവ് അസഹിഷ്ണുവായ ദൈവം തന്നെയാണ്. അതാണ് അദ്ദേഹം പറഞ്ഞത്. എൻ്റെ പേര് മാത്രമല്ല, ഞാനും അങ്ങനെ തന്നെയാണ്. ഇനി ഇവരങ്ങനെ ഈജിപ്ത് ഇവിടെ എത്തി, ഇവിടെ കാനാൻ ദേശത്തെത്തി. ഇനിയുള്ള ഭാഗങ്ങളാണ് വളരെ ഹൃദയവേദമായ കാര്യമാണ്. മോശയ്ക്ക് സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റിയില്ല, കാരണം അപ്പോഴേക്കും അയാൾ വഴി വെച്ച് മരിച്ചുപോയിട്ടുണ്ട്. ഇപ്പം ജോഷുവ ആണ് അവരുടെ നേതാവ്. ഇപ്പോൾ ജോഷുവ ഇങ്ങനെ ഓരോ നഗരം കാണിച്ചു കൊടുക്കും. ഈ നഗരം പോയി കൊള്ളയടിച്ചിട്ട് വാ, ഇവിടെയുള്ള ആൾക്കാർ ഒരാളെയും വിടരുത്, എല്ലാവരെയും കൊന്നുകളയണം. അങ്ങനെ ആദ്യമായിട്ട് അവർ പോയത്, ആദ്യം വാളിനിരയാക്കിയത് 34-31 അമേരിയാണ്. അടുത്തതായി ഓഗ് എന്ന രാജ്യവും ആക്രമിച്ചു. അവിടുത്തെ രാജാവിനെ അടക്കം സകല ജനങ്ങളെയും കൊന്നുകളഞ്ഞു. നമ്മൾ നോക്കുക, നമ്മളൊരു നാട്ടിൽ നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ വർഷങ്ങളായിട്ട് ഇവർ പോയിട്ട് 1400 വർഷമായി, എന്നിട്ട് തിരിച്ചു വരികയാണ് ഞങ്ങളുടെ സ്ഥലമെന്നും പറയുന്നുണ്ട്. അപ്പോൾ എത്ര തലമുറകൾ കഴിഞ്ഞിട്ടുണ്ട്. ആ ജനങ്ങളെയാണ് ഒരു മുന്നോറോ പോലും ഇല്ലാതെ കൊന്നു തള്ളി, എന്നിട്ടാണ് ആ രാജ്യം അവർ കരസ്ഥമാക്കുന്നത്. അതിനൊരു രസകരമായ സംഭവം ഉണ്ടാകുന്നുണ്ട്. ഒരു കഴുത സംസാരിക്കുന്നുണ്ട്. ഒരു കഴുതിനെ നമ്മുടെ ഈ പ്രവാചകനാന്ന് തോന്നുന്നു നടക്കാൻ പറയും. കഴുത നടന്നില്ല, അവിടെ തന്നെ നിന്നു. അടിച്ചടിച്ചതിനെ താഴെ ഇട്ടു, വീണു കഴിഞ്ഞപ്പോൾ കഴുത ചിരിച്ചു, എന്നെ എന്തിനാ തല്ലുന്നത് എന്ന് ചോദിച്ചു. അങ്ങനെ സംസാരിക്കുന്ന കഴുത വരെ ഇതിനകത്തുണ്ട്. വാക്യം 22-28. 31-2 കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തിനു വേണ്ടി മിദിയാൻകാരോട് പ്രതികാരം ചെയ്യുക. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന പുരുഷന്മാരെ മുഴുവൻ കൊന്നുകളഞ്ഞു, സ്ത്രീകളെയും കുട്ടികളെയും തടവുകാരാക്കി, സകലതും കൊള്ളയടിച്ചു. അവർ മോശയുടെ അടുത്തെത്തിയപ്പോൾ അവരെ കൊല്ലാതിരുന്നതിന് മോശ കോപിച്ചു. ആരെ കൊല്ലാതിരുന്നതിന്? പുരുഷന്മാരെ മുഴുവൻ കൊന്നുകളഞ്ഞു, സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ടുവന്നു. അവരെ കൊല്ലാതിരുന്നതിന് മോശ കോപിച്ചു. കൊള്ള മുതൽ പങ്കിട്ടു. അത് കൃത്യമായിട്ട് ദൈവത്തിന് പോലെ അതിന് വിഹിതമുണ്ട്. അടുത്ത കർത്താവ് പറഞ്ഞു, നിങ്ങൾ സ്വന്തമാക്കാൻ പോകുന്ന സ്ഥലത്തെത്തുമ്പോൾ അവിടെയുള്ളവരെ പരാജയപ്പെടുത്തുകയും നിശേഷം നശിപ്പിക്കുകയും ചെയ്യണമെന്ന്. അടുത്ത സ്ഥലം, 4ാമത്തെ സ്ഥലം, നിങ്ങളുടെ ദൈവമായ കർത്താവ് ഏൽപ്പിച്ചു തന്ന ജനങ്ങളെല്ലാം സംഹരിക്കണം. ഇവിടെ രസകരമായൊരു റോൾ ഇവിടെ ദൈവം ചെയ്യുന്നുണ്ട്. എന്താണ്? നിങ്ങൾ ചെല്ലുന്ന സ്ഥലത്ത് നിങ്ങളാണ് ജയിക്കുന്നതെങ്കിൽ ഞാൻ അവരെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നുകൊണ്ടാണ്. മറിച്ച് നിങ്ങൾ തോൽക്കുകയാണെങ്കിലോ ഞാനങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ടാണ്. ഇത് ശത്രുക്കളെ ഏൽപ്പിച്ചു തരാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ടാണ്. രണ്ടായാലും കർത്താവിന് ഭാവമില്ല, കർത്താവിന് ഭാവം തെറ്റൊന്നുമില്ല. യുദ്ധത്തിന് പോകുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം സമാധാന സന്ധിക്കുള്ള അവസരം നൽകണം. ഉടമ്പടി പ്രകാരം അവിടെയുള്ളവർ നിങ്ങൾക്ക് അടിമകളായിരിക്കും. ഇതാണ് ഒരു സ്ഥലത്തോട് നിങ്ങൾ ചെല്ലുകയാണ്. ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരോട് പറയണം, ഇതാ ഞങ്ങൾ നിങ്ങളെ കീഴടക്കാൻ പോകുന്നു, ഒറ്റ വ്യവസ്ഥയേ ഉള്ളൂ, നിങ്ങൾ ഞങ്ങൾക്ക് അടിമകളായിരിക്കണം. ഈ വ്യവസ്ഥ അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്ത് ചെയ്യുക? അവർ ഉടമ്പടിക്ക് തയ്യാറല്ലെങ്കിൽ പുരുഷന്മാരെയെല്ലാം കൊന്നുകളയണം, സ്ത്രീകളെയും കുട്ടികളെയും കൊള്ള വസ്തുക്കളെയും വീതം വെച്ചെടുക്കാം. അപ്പോൾ നേരത്തെ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലണമെന്നാണ് പറഞ്ഞ്, ഇവിടെ പറയുന്നു സ്ത്രീകളെയും കുട്ടികളെയും കൊള്ള മുതൽ നിങ്ങൾ വീതം വെച്ചെടുത്തോളം പറയുന്നു. പിന്നെ 16ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, കർത്താവ് നിനക്ക് അവകാശമാക്കി തരുന്ന ഈ ജനതകളുടെ പട്ടണത്തിൽ ഒന്നിനെയും ജീവനോടെ വിടരുത്. എല്ലാത്തിനെയും കൊന്നൊടുക്കിക്കോണം. ഇടയ്ക്ക് ഒരു നിയമാവർത്തന എന്ന പുസ്തകത്തിൽ ഒരു നിയമമുണ്ട്, അതൊരു അവൻ പറഞ്ഞേക്കാം. ഒരാൾ വിവാഹം കഴിക്കുകയും അവളുമായി സഹവസിച്ച ശേഷം അവളെ വെറുക്കുകയും
അവളെ ആദ്യമായി പ്രാപിച്ചപ്പോൾ അവൾ കന്യകയായിരുന്നില്ല എന്ന് പറയുകയും ചെയ്താൽ, കല്യാണം കഴിച്ചു, അവളെ പ്രാപിച്ചു, പിന്നെ വേണ്ടാന്ന് തോന്നി, അപ്പോൾ എന്ത് ചെയ്യണം? അവൾ അങ്ങനെ ആദ്യം ബന്ധപ്പെട്ടപ്പോൾ കന്യകയായിരുന്നില്ല എന്ന് തോന്നിയാൽ അവളുടെ പിതാവും മാതാവും അവളെ ശ്രേഷ്ഠന്മാരുടെ അടുത്ത് കൊണ്ടുവന്ന് അവളുടെ കന്യാത്വത്തിനുള്ള തെളിവ് കൊടുക്കണം. എങ്ങനെയുണ്ട്? കന്യാത്വ തെളിവ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ചില ആഫ്രിക്കൻ സമൂഹങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവർ ആദ്യമായിട്ട് ബന്ധപ്പെടുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരു തുണി വിരിക്കും, ആ തുണിയിൽ രക്തം പടരണം, അതാണ് തെളിവ്. ആ തുണി സൂക്ഷിച്ച് വെക്കണം, ഈ തുണി തെളിവായിട്ട് കാണിക്കണം. തെളിവുണ്ടെങ്കിൽ പുരുഷനെ ചാട്ടവറ കൊണ്ടടിക്കണം, അവളുടെ പിതാവിന് പിഴ കൊടുക്കണം, ജീവിതകാലം മുഴുവൻ അവളെ ഭാര്യയാക്കി വെക്കിച്ചുകൊണ്ടിരിക്കണം. അവൾക്ക് വേറെ രക്ഷയൊന്നുമില്ല, ഇയാളുടെ ഭാര്യ തന്നെ ജീവിതകാലം മുഴുവൻ. പക്ഷേ കന്യാത്വത്തിൽ അടയാളം കാണിക്കാനാവുന്നില്ലെങ്കിൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. ഇതാണ് നിയമം. നേരത്തെ പറഞ്ഞ തുണി കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. അന്യൻ്റെ ഭാര്യയോടൊപ്പം ഒരാൾ ചെയ്യിക്കുന്നത് കണ്ടാൽ ഇരുവരെയും വധിക്കണം. നമ്മൾ കുറച്ച് ചാപ്റ്ററുകൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദാവീദ് രാജാവ് തൻ്റെ പടയാളിയായ ഊറിയ എന്ന് പറയുന്ന ആളുടെ ഭാര്യയുമായിട്ട് ശയിക്കുന്നുണ്ട്. ഈ നിയമം അവർക്ക് ബാധകമല്ലേ? മലമൂത്ര വിസർജനത്തിനായി പാളയത്തിന് പുറത്ത് സ്ഥലമുണ്ടായിരിക്കണം. ആയുധങ്ങളോടൊപ്പം ഒരു പാരയും എല്ലാവരും കരുതണം. എന്തിനാ പാര? മലമൂത്ര വിസർജനം ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് മൂടാൻ വേണ്ടിയിട്ടാണ് പാര. അതും എപ്പോഴും കയ്യിൽ കൊണ്ടുനടന്നു. എന്താ കാരണം എന്നറിയാവോ? ഇത് മൂടി വെക്കുന്നതിനാണ്. 14ാമത്തെ വാക്യം പറയുന്നു, നിന്നെ സംരക്ഷിക്കാനും നിന്റെ ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരാനുമായി നിന്റെ ദൈവമായ കർത്താവ് പാളയത്തിന് പുറത്തുകൂടെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ശുചിത്വമില്ലാത്ത സാധനം കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവൂലേ? അതുകൊണ്ട് കർത്താവിനെ നിങ്ങൾ വിഷമിപ്പിക്കരുത്. ഇത് തന്നെ മുസ്ലിങ്ങളും പറയുന്നുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മൾ കക്കൂസിൽ പോയി കഴിഞ്ഞാൽ എന്താണ് ഔറത്ത് മറയ്ക്കണം, അല്ലെ? അങ്ങനല്ലേ പറയുക? അല്ലെങ്കിൽ അത് നമ്മുടെ മലക്കുകൾ കാണും, അവർക്ക് വിഷമം ഉണ്ടാക്കും, അതുകൊണ്ട് കാണിക്കരുത്. അതുപോലെ അങ്ങനെ ഇതെല്ലാം തമ്മിൽ കണക്റ്റഡാണ്. ശുചിത്വമില്ലാത്ത എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ കണ്ട് അവിടെ നിന്ന് അകന്നു പോകാതിരിക്കാനാണ് പാളയം വൃത്തിയായി സൂക്ഷിക്കണമെന്ന് പറയുന്നത്. പിന്നെ ഇസ്രായേൽ സ്ത്രീകളാരും ദേവദാസികളാകരുത്. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ദേവദാസികൾ നമുക്കറിയാം, അമ്പലത്തിലൊക്കെ വേശ്യാവൃത്തി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ദേവദാസികൾ. അങ്ങനെ ആവരുതെന്ന് പറയും. പുരുഷന്മാരും ദേവന്മാരുടെ ആലയങ്ങളിൽ വെച്ച വേശ്യാവൃത്തിയിൽ ഏർപ്പെടരുത്. പുരുഷന്മാരും അങ്ങനെ ചെയ്യാൻ പാടില്ല. സഹോദരന്മാർ ഒരുമിച്ച് താമസിക്കുമ്പോൾ അവരിൽ ഒരാൾ പുത്രനില്ലാതെ മരിച്ചു പോയാൽ ഭർത്താവിൻ്റെ സഹോദരൻ അവളെ പ്രാപിക്കുകയും സഹോദരധർമ്മം നിർവഹിക്കുകയും ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞാണിത്. സഹോദരൻ തയ്യാറാവുന്നില്ലെങ്കിൽ വിധവ ശ്രേഷ്ഠന്മാർ പരാതിപ്പെടാം. ഇപ്പോൾ സഹോദരൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് വിധവ പോയിട്ട് പരാതിപ്പെട്ടാൽ ശ്രേഷ്ഠന്മാർ ഇടപെടും. എന്നിട്ട് വിധവയ്ക്ക് എന്ത് ചെയ്യാനുള്ള അവകാശമുണ്ട്? അവൻ്റെ മുഖത്ത് തുപ്പാനുള്ള അവകാശമുണ്ട്. നീ എനിക്ക് കുട്ടികൾ ഉണ്ടാക്കി തരുന്നില്ല, അതുകൊണ്ട് നിന്നെ തുപ്പും തിന്നവർ അവൻ്റെ മുഖത്ത് തുപ്പാം. 11ാമത്തെ നിയമം കുറച്ച് രസമുള്ള നിയമമാണ്. 2 പുരുഷന്മാർ അടികൂടുകയാണ്. അങ്ങനെ വഴക്കുണ്ടാക്കുമ്പോൾ ഒരുവൻ്റെ ഭാര്യ ചെന്നിട്ട് തൻ്റെ ഭർത്താവിനെ വിടുവിക്കുന്നതിന് എതിരാളിയുടെ അടുത്ത് ചെന്ന് അവൻ്റെ ഗുഹ്യാവയവത്തിൽ പിടിച്ചാൽ അത് വലിയ കുറ്റമാണ്. അവളുടെ കൈ വെട്ടിക്കളയണം. 2 ആണുങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നു. അപ്പോൾ ഭാര്യ വിചാരിക്കുകയാണ് എൻ്റെ ഭർത്താവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പിടിക്കാനും ജനിക്കാനും പറ്റിയ സാധനമാണ്. അവിടെ പോയിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ കൈ വെട്ടിക്കളയണം. കാരുണ്യം കാണിക്കരുത്. പിതാവിൻ്റെ ഭാര്യയോടുകൂടി ശയിക്കുന്നവനും മൃഗവുമായി ഇണചേരുന്നവനും തൻ്റെ മാതാവിൻ്റെ മക്കളായ സ്വസഹോദരത്ത് ശയിക്കുന്നവനും അമ്മായിയമ്മയോട് കൂടി ശയിക്കുന്നവനും ശപിക്കപ്പെട്ടവരായിരിക്കും. അപ്പം അബ്രാഹമൊക്കെ ഇതിൽ വരും. ജോഷുവ ജെറീക്കയിലേക്ക് ചാരന്മാരെ അയച്ചു. ചാരന്മാർ വേശ്യയായ ദാഹാബിൻ്റെ വീട്ടിലെത്തി. അവർക്ക് അഭയം കൊടുത്തു. ഇവർ വന്നു എന്ന് പറഞ്ഞ് പടയാളികൾ എത്തിയപ്പോഴേക്കും ഈ വേശ്യ സ്ത്രീ ഇവരെ ഒളിപ്പിച്ചു. ജോഷുവ പറഞ്ഞതനുസരിച്ച് ജെറീക്ക നഗരം മുഴുവൻ ചുട്ടരിച്ചു. ഇവരെ മാത്രം ഈ വേശ്യയും മക്കളെ മാത്രം, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളെ മാത്രം രക്ഷപ്പെടാൻ അനുവദിച്ചു. 6:2 കർത്താവ് പറഞ്ഞു, ഞാനിതാ ജെറീക്ക പട്ടണത്തെ അവിടുത്തെ രാജാവിനെയും യുദ്ധവീരന്മാരെയും കൂടി നിന്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. പോരെ? അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ആരാണ്? കർത്താവാണ്. ജെറീക്ക വേറെ ചോദ്യമുണ്ട്. ലോകത്തുള്ള എല്ലാവരെയും സൃഷ്ടിച്ച ദൈവമാണ് ഈ കർത്താവിനെ. അപ്പം ഈ കർത്താവിനെ സൃഷ്ടിച്ച ആൾക്കാരെ കർത്താവ് വേറെ ആൾക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നവരാണ്. കർത്താവ് ജോഷുവയോട് പറഞ്ഞു, ഞാൻ ആയി പട്ടണത്തിലെ രാജാവിനെയും പ്രജകളെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അടുത്ത പട്ടണം ആയി പട്ടണം, അങ്ങോട്ട് വിട്ടോളാൻ പറഞ്ഞു. വണ്ടി വിട്ടോട്ടെ എന്ന് പറഞ്ഞു. ജെറീക്കക്കാരോട് പ്രവർത്തിച്ച പോലെ അവിടെയും പ്രവർത്തിക്കുക. കന്നുകാലികളെയും കൊള്ള വസ്തുക്കളെയും നിങ്ങൾക്കെടുക്കാം.
അങ്ങനെ എല്ലാവരെയും കൊന്നൊടുക്കണം. അങ്ങനെ ഒരു കൊന്നൊടുക്കി. പക്ഷേ രാജാവിനെ മാത്രം കൊന്നില്ല. രാജാവിനെ കെട്ടിത്തൂക്കി. കെട്ടിത്തൂക്കി. കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു, അമ്മോന്യരെ നിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് ഓരോ ചീട്ട് കൊടുക്കുക, ഇവരെ ഏൽപ്പിച്ചിട്ടുണ്ട്, പോവുക, എല്ലാവരെയും കൊല്ലുക, കൊള്ള മുതൽ എടുത്തുകൊള്ളുക. അങ്ങനെ ഇനിയുള്ള അമ്മോന്യര് യുദ്ധം ചെയ്യാൻ വന്നു. പേടിച്ച് തിരിച്ചോടുന്ന സമയത്ത് കർത്താവ് എന്താ പറയുക, കൽമഴ പെയ്യിച്ചു അവരെല്ലാം കൊന്നുകളഞ്ഞു. അങ്ങനെ കൂടിപ്പോകാൻ പാടുണ്ടോ? അങ്ങനെ കൂടിപ്പോകുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് കൽമഴ പെയ്യിച്ച് അവരെ കൊന്നുകളഞ്ഞു. 10:10 പറയുന്നതാണിത്. ഇസ്രായേലിൻ്റെ മുന്നിൽ അമ്മേന്യർ ഭയവിഹ്വലരായി. കർത്താവ് ഇടയാക്കി ധാരാളം പേരെ വധിച്ചു. ബാക്കിയുള്ളവർ ജീവനും കൊണ്ട് തിരിച്ചോടി. കർത്താവ് അവരുടെ മേൽ കൽമഴ വർഷിച്ചു. അവർ മരിച്ചു വീണു. കാരണവനായ കർത്താവ് നമ്മൾ സ്തുതി പറഞ്ഞു ഇതൊക്കെ കേൾക്കുമ്പോൾ. അടുത്തത്, നിങ്ങൾ വിശ്വസിക്കില്ല, അദ്ദേഹത്തെ നമ്മൾ ഈ പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല. ജോഷുവ സൂര്യനോട് പറഞ്ഞു, സൂര്യ നീ ശിബിയോണിൽ നിശ്ചലനായി നിൽക്കുക, അവിടെ നിൽക്ക്, അനങ്ങിപ്പോരെന്ന് പറഞ്ഞു സൂര്യനോട്. ചന്ദ്രനോട് പറഞ്ഞു, ചന്ദ്ര നീ അനങ്ങിപ്പോരെന്ന് പറഞ്ഞു. അവർ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്നവരെ സൂര്യനും ചന്ദ്രനും നിശ്ചലമായി നിന്നു. നിസ്സാര കളിയല്ല. സൂര്യൻ അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു, സൂര്യൻ അവിടെ നിന്നു. ചന്ദ്ര അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു, അവിടെ നിന്നു. അങ്ങനെ കർത്താവ് തന്നെ വന്ന് അങ്ങനെ പോവാണ്. അങ്ങനെ ജോഷുവ വൃദ്ധനായി. കർത്താവ് പറഞ്ഞു, നീ വൃദ്ധനായി, ഇനി ഒത്തിരി പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനുണ്ട്, ഓനെ അടുത്ത ആളെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞു. വേറെ സംഭവത്തിലേക്ക് പോവാണ്. ന്യായാധിപന്മാരിലാണ് പറയുന്നത്. 11-ാമത്തെ അധ്യായം. ഗിലെയാദുകാരനായ ജാഫ്ത ഒരു ശക്തനായ സേനാനിയായിരുന്നു. പക്ഷെ അവൻ വേശ്യാപുത്രനായിരുന്നു. അവൻ വളർന്നപ്പോൾ അവിടെ നിന്നും ഓടിപ്പോയിട്ട് എന്ത് ചെയ്തു, അവൻ സ്വന്തമായിട്ട് ഒരു കൊള്ളസംഘം ഉണ്ടാക്കി. അങ്ങനെ ജീവിക്കുമ്പോഴാണ് അമ്മോന്യർ യുദ്ധത്തിന് വന്നു. നേരിടാൻ ആരുമില്ല. ഇവരോടി ഈ പറഞ്ഞ വേശ്യാപുത്രൻ്റെ അടുത്ത് നിന്നു. വേശ്യാപുത്രൻ എന്ന് പറഞ്ഞാൽ ഓടിച്ചു വിട്ട ആളുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, നീ വന്നിട്ട് ഞങ്ങൾക്ക് നേതൃത്വം തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ജാഫ്ത പറഞ്ഞു, കർത്താവ് അമ്മോന്യരെ എനിക്ക് ഏൽപ്പിച്ചു തരുമെങ്കിൽ വ്യവസ്ഥയുണ്ട്, ഞാൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു. കർത്താവ് നമുക്ക് സാക്ഷിയാകട്ടെ എന്ന് അവർ മറുപടി പറഞ്ഞു. അങ്ങനെ ജഫ്തയിലെ ശ്രേഷ്ഠന്മാരുടെ കൂടെ പോവുകയും കർത്താവിൻ്റെ മുന്നിൽ വെച്ച് ജനങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. ജഫ്ത ദൂതന്മാരെ അയച്ച അമേരിക്കരോട് രാജാവിനോട് സംസാരിച്ചു. അവർ വഴങ്ങിയില്ല. കർത്താവിൻ്റെ ആത്മാവ് ജാഫ്തയുടെ മേൽ ആവാഹിച്ചു. ജാഫ്ത നേർച്ച നേർന്നു. എന്താ നേർച്ച? ഇവരെ കൊല്ലാൻ നീ കൂട്ടി നിൽക്കുകയാണെങ്കിൽ, ഇവരെ മുഴുവൻ കൊല്ലാൻ ഇടയാക്കുകയാണെങ്കിൽ എൻ്റെ നേരെ ആദ്യം ഓടി വരുന്ന ആരാണോ, ശ്രീലാളിതനായി തിരിച്ചു പോകുമ്പോൾ ആരാണോ എൻ്റെ നേരെ ആദ്യം ഓടി വരുന്നത് അവനെ നിനക്ക് ബലി നൽകുക എന്ന് പറഞ്ഞു. നല്ല ഒന്നാന്തരം ഒരു ഇതായിരുന്നു, നേർച്ചയായിരുന്നു. നേർച്ച കർത്താവിന് ഇഷ്ടപ്പെട്ടു. ഏതായാലും കർത്താവ് അമ്മേൻ്റെ ജാഫ്തയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവിടെയുള്ള എല്ലാവരെയും ഇവരെല്ലാം ഇയാൾ കൊന്നുകളഞ്ഞു. അങ്ങനെ ശ്രീലാളിതനായി ഇയാൾ മടങ്ങുകയാണ്. പക്ഷേ ഇയാളുടെ നേരെ ഓടി വരുന്ന ആരാന്നറിയോ? ഇയാളുടെ സ്വന്തം മകള്. ഒരേ ഒരു മകളേ ഉള്ളൂ. ആ മകളാണ് നേരെ ഓടി വരുന്നത്. അപ്പോൾ അവൾ മോളെ ചതിച്ചല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, പിതാവേ നീ പറഞ്ഞ പോലെ ചെയ്തു, എന്നെ കൊന്നു, എനിക്ക് 2 മാസം സമയം തന്നാൽ മതി, ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല, എനിക്ക് 2 മാസം വിലപിക്കാൻ സമയം തരണമെന്ന് പറഞ്ഞു. ഏതായാലും വേണ്ടില്ല. 2 മാസം കഴിഞ്ഞു ഇവിടെ കൊന്ന് ബലി കൊടുത്തു കർത്താവിന്. ഇവിടെയൊക്കെ കർത്താവിന് നീതി എന്താണ്? നീതി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പോലും അറിയാത്തില്ലാത്ത കർത്താവ്. ഒരു മനുഷ്യൻ വന്ന് യുദ്ധം നയിച്ച് ആ രാജ്യം കർത്താവ് ആവാഹിച്ച സമയത്താണ് ഇയാൾ ഈ നേർച്ച നേർന്നങ്ങൾ ഓർക്കുക. അപ്പോൾ ഈ നേർച്ച നടത്തിയതാരാണ്? ശരിക്കും കർത്താവ് തന്നെയാണ്. തുടർന്ന് എസ്രായേൽക്കാർ യുദ്ധത്തിന് വന്നെങ്കിലും ജാഫ്ത അവരെയും തകർത്തു വിട്ടു. അടുത്ത സംഭവം, എഫ്രൈം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ഒരു ലേവ്യൻ യൂദായിലെ ഒരു ബത്ലഹേംകാരിയെ വിവാഹം കഴിച്ചിട്ട് അവൾ എന്ത് ചെയ്തു? ഒരു ദിവസം പിതാവിൻ്റെ അടുത്തേക്ക് പോയി. ഇയാൾ ഇവളെ വിളിക്കാൻ വേണ്ടി കൂടെ പോയി ചെന്നു. എന്നിട്ട് കുറച്ച് ദിവസം അവിടെ താമസിച്ചു. എന്നിട്ട് ഭാര്യയോട് കഴുതപ്പുറത്ത് കയറി 2 ഭാര്യയോടൊപ്പം അവർ തിരിച്ചു പോരുകയാണ്. രാത്രിയായപ്പോൾ നഗരത്തിലെ കുറേ ഒരു വൃദ്ധന് ഇവർക്ക് അഭയം കൊടുക്കുന്നുണ്ട്. രാത്രിയായപ്പോൾ നഗരത്തിലെ കുറേ ആഭാസന്മാർ വീട് വളഞ്ഞ് തങ്ങൾക്ക് രമിക്കുന്നതിന് ആ ലേവ്യനെ വിട്ടു നൽകാൻ ആവശ്യപ്പെട്ടു. ഇതാണ് രസം. പെണ്ണുങ്ങളെ വേണ്ട, ആണുങ്ങളെ മതി, ഞങ്ങൾക്ക് രമിക്കണം, അവനെ വിട്ടുതരിക എന്ന് പറഞ്ഞു.
അപ്പം വൃദ്ധം പുറത്ത് വന്നിട്ട് പറഞ്ഞു, മ്ലേച്ഛത ചെയ്യല്ലേ, എനിക്കൊരു പെൺമകളുണ്ട്, അവളെ തരാം, പിന്നെ ഇയാളുടെ ഭാര്യയുണ്ട്, അവളെയും തരാം, നിങ്ങൾ വേറെ മ്ലേച്ഛത കാണിക്കരുതെന്ന് പറഞ്ഞു. ലേവ്യൻ തൻ്റെ ഭാര്യയെ വിട്ടുകൊടുത്തു. ആവാസന്മാർ നേരം വെളുക്കുവോളം അവളുമായി രമിച്ചു. തളർന്നു വീണ അവളെ ലേവ്യൻ കഴുതപ്പുറത്തിരുത്തി തൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അവൾ മരിച്ചു. വീട്ടിലെത്തിയ ഉടനെ അയാൾ എന്ത് ചെയ്തു? അവളുടെ ഓരോരോ അവയവങ്ങളായിട്ട് ഛേദിച്ച് 12 ഗോത്രങ്ങളിലേക്ക് കൊടുത്തു. ബോറടിക്കുന്നുണ്ട് പറയണേ. അങ്ങനെ ലേവ്യർ ഒത്തുകൂടുകയും ഇവരെ ശിക്ഷിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ബെഞ്ചമിൻ ഗോത്രത്തിൽ വെച്ചാണ് സംഭവിച്ചത്. അതുകൊണ്ട് ബെഞ്ചമിൻ ഗോത്രത്തിൽ വെച്ച് ഇത് ചെയ്തവരാരോ അവനെ പുറത്തുവിടാൻ പറഞ്ഞു. ബെഞ്ചമിൻ ഗോത്രക്കാർ പുറത്തു വിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്തു? 20:18 പറയുന്നു, ബെഞ്ചമിൻ ഗോത്രക്കാർ യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ദൈവത്തോട് ആരാഞ്ഞു. യൂദ എന്ന് കർത്താവ് പറഞ്ഞു. യൂദാക്കാർ പൊക്കോ എന്ന് പറഞ്ഞു. യൂദാക്കാർ പോയി. പക്ഷേ എന്താ സംഭവിച്ചറിയോ? 20,000 പേരെ ഇവർ കൊന്നു കളഞ്ഞു. ആര്? യൂദാക്കാരെ കൊന്നു കളഞ്ഞു. ബെഞ്ചമിൻ ഗോത്രക്കാരെ തോൽപ്പിക്കാൻ പോയിട്ട് യൂദാക്കാരാണ് തോറ്റത്. ഇപ്പം ഇവിടെ തമ്മിൽ അടിയാണ് കണ്ടോ. യഹൂദന്മാരിൽ 2 പക്ഷക്കാർ തമ്മിൽ ആണ് ഇപ്പോൾ അടി നടന്നുകൊണ്ടിരിക്കുന്നത്. പിറ്റേ ദിവസം അന്ന് 18,000 പേരെ കൊന്നു കളഞ്ഞു. ഇസ്രായേൽ ജനം മുഴുവൻ കർത്താവിൻ്റെ മുന്നിൽ ഉപവസിക്കുകയും ബലികൾ അർപ്പിക്കുകയും ചെയ്തു. തങ്ങളുടെ സഹോദരനായ ബെഞ്ചമിൻ ഗോത്രത്തിന് എതിരായി വീണ്ടും യുദ്ധത്തിന് പോകണോ അതോ പിന്മാറണോ എന്ന് കർത്താവിനോട് ചോദിച്ചു. കർത്താവ്, ഞങ്ങൾ തിരിച്ചു പോകണോ, ഞങ്ങൾക്ക് പണി തരുമോ? ചിലപ്പോൾ കർത്താവ് ഇല്ലില്ല പൊക്കോ നാളെ ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു പറഞ്ഞു. പാവങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പോയി. അന്ന് 25,000 പേരാണ് ഇവർ കൊല്ലപ്പെട്ടത്. അന്നും പരാജയമായിരുന്നു ഫലം. ഏതായാലും വീട്ടിൽ അടുത്ത ദിവസം എല്ലാവരും കൂടെ ഒത്തുകൂടി പോയി ബെഞ്ചമിൻ ഗോത്രക്കാരെ കംപ്ലീറ്റ് ശരിയാക്കി. അവിടുന്ന് ഒരു 600 പേര് രക്ഷപ്പെട്ടു. ഒരു ഗുഹയിൽ അഭയം തേടി, ഒരു മലയിൽ അഭയം തേടി. പിന്നെ ഇവർക്ക് തോന്നി നമ്മുടെ സ്വന്തം ഗോത്രമല്ലേ, കുടുംബമല്ലേ, കൂട്ടരല്ലേ എന്ന് തോന്നി. 600 ആണുങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവർക്ക് ഭാര്യമാരെ കൊടുക്കണം. തങ്ങളുടെ ആരെയും ഇതിൽ കൊടുക്കില്ല എന്ന് ഇവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഇസ്രായേലിൽ അവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നതിന് കന്യകളെ ലഭിക്കാനായി തങ്ങളുടെ ഒരു ഗോത്രമായ ഗബേഷിലെ ഗോത്രത്തെ ആക്രമിച്ചു. ഒരു ഗോത്രത്തെ ആക്രമിച്ചു. പെൺകുട്ടികളെ പിടിച്ചു കൊണ്ടുവന്ന് ഇവർക്ക് കൊണ്ട് കൊടുത്തു. എണ്ണം തികഞ്ഞില്ല. എന്നിട്ടും പിന്നെ അവരെന്ത് ചെയ്തറിയോ? പിന്നെ അവർ സ്ഥലത്ത് ഒളിച്ചിരുന്നിട്ട് ഭാര്യമാരെ കിട്ടാത്തവരുടെ ഷീലോ എന്ന സ്ഥലത്ത് ചെന്ന് മുന്തിരിത്തോട്ടങ്ങൾ ഒളിച്ചിരിക്കാനും അവിടെ എത്തുന്ന പെൺകുട്ടികളെ പിടിച്ചുകൊണ്ട് വരാനും പറഞ്ഞു. നല്ല കർത്താവ്. അങ്ങനെ അവർ പോന്നു. നമ്മൾ സാമൂഹലിൻ്റെ കഥയിലെത്തി. അപ്പോൾ ഇതിങ്ങനെ നീണ്ടു പോവാണ്. നമുക്ക് മനസ്സിലായി. ഞാൻ ഒരു ഒറ്റ വാക്കുകൂടെ പറയാം. ഇയാളെക്കുറിച്ച്, ദാവീദിനെ കുറിച്ചൊരു വാക്ക് പറയാം. അങ്ങനെ പിന്നീട് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ദാവീദ്. നേരത്തെ പറഞ്ഞ് ഊറിയയുടെ ഭാര്യയുമായിട്ട് സംഗമം നടത്തി. അപ്പോൾ കർത്താവ് ശിക്ഷ കൊടുത്തു. ശിക്ഷ എന്താ പറയുമോ? ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞു. കർത്താവ് പ്രഹരിച്ചു. കിട്ടിയിട്ട് ഇയാൾ മരിച്ചുപോയി. കുഞ്ഞ് മരിച്ചുപോയി. അവൾ വേറൊരു കുട്ടിയുണ്ടായി, സോളമനാണ് പിന്നീട് രാജാധികാരം കിട്ടിയത്. അതിനിടയ്ക്ക് ദാവീദിൻ്റെ ഒരു പുത്രൻ വേറൊരു ഭാര്യകളുണ്ടായ മകളുമായിട്ട് അവളെ പ്രാപിക്കണം തോന്നി. അവളെ ബലമായിട്ട് പ്രാപിച്ചു. അത് കഴിഞ്ഞ് ചണ്ടി തുപ്പിക്കളയുമ്പോൾ അവളെ ഉപേക്ഷിച്ചു. അങ്ങനെ വൃത്തികേടുകളുടെ മാത്രം ഒരു കൂമ്പാരമാണ് ഈ ബൈബിൾ എന്ന് പറയുന്നൊരു പുസ്തകം എന്ന് വിശ്വാസികളോട് പറയാൻ നമ്മൾ തയ്യാറാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ അവർ പറയുന്ന ഒരു ന്യായമുണ്ട്. എന്താ അറിയോ? ഇതൊക്കെ പഴയ നിയമമല്ലേ, പുതിയ നിയമത്തിലൊന്നും ഇല്ലല്ലോ. അതിന് മറുപടി കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വാക്യം പറയുന്നതാണ്, ഞാൻ വന്നിരിക്കുന്നത് ന്യായപ്രമാണങ്ങളിലെ ഏതെങ്കിലും വാക്കോ പുള്ളിയോ മാറ്റാനല്ല, പൂർത്തിയാക്കാനാണ്. പഴയ നിയമം അതേപടി നടപ്പാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. മറ്റൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. അപ്പോൾ ഇത് വളരെ വ്യക്തമാണ്. ഈ പഴയ കർത്താവ് തന്നെയാണ് നമ്മുടെ പുതിയ കർത്താവും. ഒരു മാറ്റവും വന്നിട്ടില്ല. ക്രിസ്ത്യാനികളുടെ തള്ള് വെറും തള്ള് മാത്രമാണ്. ഇത് ഒരു പുസ്തകത്തിനുള്ള വിഷയമുണ്ട്. ഇതൊരു പുസ്തകമാക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു.